പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എഡ്ഗർ വാലസ് രചിച്ച വിശ്വപ്രസിദ്ധമായ കറുത്ത മഠാരദതി എന്ന നോവലിന്റെ ആഖ്യാനം ഞങ്ങളിവിടെ തുടരുകയാണ്. ദയവായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഈ ചാനൽ വരിക്കാരാവുകയും ചെയ്യുക. അധ്യായം 3. അവൻ കയ്പില്ലാതെ, സ്വയം സഹതാപത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ സംസാരിച്ചു. അവൾ നിശബ്ദയായിരുന്നു. അവനൊരു രണ്ടാം വിവാഹത്തിലെ കുട്ടിയായിരുന്നു. അത് കാര്യങ്ങൾ അവന് കൂടുതൽ വഷളാക്കി. ഡിക്കിന്റെ അമ്മയുടെ മരണശേഷം വൃദ്ധനായ ലോർഡ് ചെൽഫോർഡും മരിച്ചപ്പോൾ രണ്ടാമത്തെ മകനുള്ള വിഹിതം മാത്രമാണ് അവന് ലഭിച്ചത്. എസ്റ്റേറ്റും പദവിയും സ്വന്തമായി ഉപയോഗിച്ചിരുന്ന കാർ പോലും അവന് നഷ്ടമായി. ഹേർട്ട്ഫോർഡ്ഷയറിലെ വർഷത്തിൽ 200 വരുമാനം തരുന്ന ഒരു ചെറിയ എസ്റ്റേറ്റും അമ്മയുടെ കുറച്ച് പഴയ ആഭരണങ്ങളും 1000 പൗണ്ടും മാത്രമാണ് രണ്ടാമത്തെ മകന് ലഭിച്ചത്. എന്നാൽ ആ 1000 പൗണ്ട് ഒരിക്കലും നൽകപ്പെട്ടില്ല. ദുരൂഹമായ ഏതോ രീതിയിൽ അത് അപ്രത്യക്ഷമായിരുന്നു. ആർഥർ ജിന്നായിരുന്നു എസ്റ്റേറ്റ് കാര്യങ്ങൾ തീർപ്പാക്കിയത്. എല്ലാ സാഹചര്യങ്ങളിലും ആ 1000 പൗണ്ടിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഡിക്ക് കൂടുതൽ സന്തോഷവാനായിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടോ അവൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവന്റെ ചിന്തകൾ അവ്യക്തമായി വായിച്ചെടുത്തിട്ടെന്ന പോലെ അവന്റെ മൗനത്തെ തന്റെ സഹോദരനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു, "നിനക്ക് ആർഥറിനെ ഇഷ്ടമല്ല അല്ലേ? എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്?" തികഞ്ഞ ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു. ആ വേഷപ്രിയനായ അഭിഭാഷകനോടുള്ള തന്റെ വെറുപ്പ് അവൻ ഒരിക്കലും പുറത്തു കാണിച്ചിരുന്നില്ല. "എനിക്കറിയാം," അവൾ അറിവുള്ളവളെപ്പോലെ തലയാട്ടി. "ചിലപ്പോഴൊക്കെ അവൻ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. നിന്നെപ്പോലൊരാൾ അവനെ വെറുക്കുന്നതിൽ അത്ഭുതമില്ല." ഡിക്ക് പുഞ്ചിരിച്ചു. എന്തായാലും ഹാരിക്ക് അവനെ വെറുപ്പില്ല. അവനാണല്ലോ പ്രധാനം. കയ്യിലിരുന്ന ചാട്ട വെറുതെ വീശിക്കൊണ്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി. "എന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല." അതൊരു വിചിത്രമായ വിവാഹാഭ്യർത്ഥനയായിരുന്നു ഡിക്ക്. വളരെ മര്യാദയുള്ളതും ഔപചാരികവും എന്നാൽ യാഥാർത്ഥ്യമല്ലാത്തതും. അത് മറ്റേതെങ്കിലും രീതിയിലായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നുന്നു. അവൾ തലയാട്ടി. തന്റെ സഹോദരൻ എങ്ങനെയായിരിക്കും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാവുക എന്ന് ഡിക്ക് വിഷാദത്തോടെ ആലോചിച്ചു. പ്രണയകാര്യങ്ങളിൽ ഹാരി ഒരു തുടക്കക്കാരനായിരുന്നു. ഒരിക്കൽ അവനൊരു സുന്ദരിയായ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഒരു ജൂൺ മാസം ഉച്ചതിരിഞ്ഞ് ആ സാമർഥ്യക്കാരിയായ യുവതിയിൽ നിന്നുള്ള വിവാഹാഭ്യർത്ഥനയ്ക്ക് തുല്യമായ ഒരു സന്ദർഭത്തിൽ ഡിക്ക് ഇടപെടുകയുണ്ടായി. ഡിക്ക് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ പരിഭ്രമിച്ച ഹാരി അവളുടെ വിവാഹാലോചനയ്ക്ക് സമ്മതിക്കുമായിരുന്നു. തുടർന്ന് തന്ത്രശാലിയായ മിസ് വെന്നർ ഫോസവേ മാനറിൽ നിന്ന് തിടുക്കത്തിൽ പോയി. അവൻ ആ സംഭവം ഓർത്തു. സാധാരണ രീതിയിലാണ് അവൻ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതെങ്കിൽ നീ അവനെ സ്വീകരിക്കില്ലായിരുന്നു അല്ലേ? "എനിക്കറിയില്ല," അവൾ സംശയത്തോടെ പറഞ്ഞു. "പക്ഷെ അതൊരു വിചിത്രവും അസാധാരണവുമായ അനുഭവമായിരുന്നു. എനിക്ക് ഹാരിയെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾ വാചകം പൂർത്തിയാക്കിയില്ല. "നീ ഇത്ര വലിയ പണക്കാരിയല്ലായിരുന്നെങ്കിൽ എന്നാണോ?" ഡിക്ക് ചിരിച്ചു. "നീ അവനെ അത്ര നല്ല രീതിയിലല്ല കാണുന്നത്." അവൾ കൈകൾ നീട്ടി. അവൻ അവളെ താഴെ ഇറക്കി. സാധാരണഗതിയിൽ വളരെ ചുറുചുറുക്കുള്ളവളായതിനാൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഡിക്ക് വേലി കടന്ന് പ്രധാന റോഡിലേക്ക് അവർ നടക്കുമ്പോൾ അവൾ ചോദിച്ചു, "ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" "എന്തിനെക്കുറിച്ച്?" അവൻ ചോദിച്ചു. "ഹാരിയെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും." അവന് അതിന് മറുപടിയുണ്ടായിരുന്നില്ല. "ഞാൻ അവനെ വിവാഹം കഴിക്കണമെന്ന് ആർഥറിന് വലിയ നിർബന്ധമുണ്ട്," അവൾ പറഞ്ഞു. "സത്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. വലിയൊരു അവകാശിയാകുന്നതിന്റെ കുഴപ്പമതാണ്," അവൻ തമാശയായി പറഞ്ഞു. "അതാണോ?" അവൾ നെറ്റിച്ചുളിച്ചു. "ഞാൻ അത്ര വലിയ അവകാശിയാണോ?" അവൻ നിന്ന അത്ഭുതത്തോടെ അവളെ നോക്കി. "അല്ലേ?" അവന്റെ ഞെട്ടൽ കണ്ട് അവൾ ചിരിച്ചുപോയി. "എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മാവൻ എനിക്ക് ധാരാളം പണം തന്നിരുന്നു. അതെത്രയുണ്ടെന്ന് എനിക്കറിയില്ല. വർഷങ്ങളായി ആർഥറാണ് എന്റെ എസ്റ്റേറ്റ് നോക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള പണമെല്ലാം എന്റെ കൈവശമുണ്ട്. എങ്കിൽ പിന്നെ പരാതി പറയരുത്," അവൻ അല്പം പരുക്കനായി പറഞ്ഞു. അവൾ വീണ്ടും ചിരിച്ചു. "എന്റെ സ്ഥാനത്തുള്ള മിക്ക പെൺകുട്ടികളുടെയും വിവാഹം ഇതുപോലെ തന്നെയായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. അടുത്ത കാലം വരെ ഇതൊരു ഒഴിവാക്കാനാവാത്ത കാര്യമായി ഞാനും കരുതിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താണ് നിന്റെ മനസ്സ് മാറാൻ കാരണം?" അവൻ തുറന്നു ചോദിച്ചു. അവളുടെ മുഖം ചുവക്കുന്നത് അവൻ കണ്ടു. "എനിക്കറിയില്ല." അവളുടെ മറുപടി വളരെ ചെറുതും പെട്ടെന്നുള്ളതുമായിരുന്നു. അപ്പോൾ അവൾ അവന്റെ കണ്ണുകളിലെ ഭാവം കണ്ടു. അതിരില്ലാത്ത ആഗ്രഹവും നിസ്സഹായതയും. പെട്ടെന്ന് അവൾക്ക് തന്നെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായി. മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ കാരണത്താൽ അവൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. തന്റെ ഹൃദയമിടിപ്പ് അവന് കേൾക്കാമെന്ന് അവൾക്ക് തോന്നി. സമനില വീണ്ടെടുക്കാൻ അവൾ പാടുപെട്ടു. അവളുടെ പ്രതിശ്രുത വരന്റെ ചിത്രം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. മെലിഞ്ഞ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ യുവാവ്. പൗരുഷമൊഴികെ മറ്റെല്ലാം കൈവശമുള്ള ഒരു ദുർബലൻ. നാഡികൾ തളർന്ന ദയനീയനായ ഒരു ജീവി. ചിലപ്പോൾ അപേക്ഷിക്കുന്നു, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ ജീവിതം പങ്കിടാൻ പോകുന്ന സ്ത്രീയിൽ താനുണ്ടാക്കുന്ന മതിപ്പിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവൻ. ആ
രൂപത്തിൽ നിന്ന് അവളുടെ കണ്ണുകൾ യാന്ത്രികമായി അരികിലുള്ള പുരുഷനിലേക്ക് നീങ്ങി, ശാന്തനും പ്രസന്നനും കരുത്തനും ആത്മവിശ്വാസമുള്ളവനും. 10 മിനിറ്റിനു ശേഷം അവൾ വില്ലോ ഹൗസിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. പരിഹരിക്കാനാവാത്തതെന്ന് തോന്നുന്ന ഒരു പ്രശ്നവുമായി അവളുടെ മനസ്സ് മല്ലിട്ടു. വീട്ടിലേക്ക് സാവധാനം നടക്കുകയായിരുന്ന ഡിക്ക് ആൽഫോർഡ് മരങ്ങൾ നിറഞ്ഞ പാതയുടെ അറ്റത്ത് തന്റെ സഹോദരന്റെ മെലിഞ്ഞ രൂപം കാത്തുവിൽക്കുന്നത് കണ്ടു. കാറ്റിൽ അവന്റെ നീളൻ കോട്ടിന്റെ അറ്റങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു. നിൽക്കുമ്പോൾ അവൻ അല്പം കുനിഞ്ഞ് തല മുന്നോട്ടു നീട്ടിയിരുന്നു. അതവനൊരു വലിയ വിരൂപനായ പക്ഷിയുടെ രൂപം നൽകി. അടുത്തെത്തിയപ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് കറുത്തിരിക്കുന്നത് ഡിക്ക് കണ്ടു. "ഞാൻ പല ചുമതലകളും നിന്നെ ഏൽപ്പിക്കാറുണ്ട് റിച്ചാർഡ്. പക്ഷേ എന്റെ പ്രണയകാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, അത് മനസ്സിലാക്കുക." ഡിക്ക് ആൽഫോർഡിന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചുകയറി. പക്ഷേ തന്റെ വേദനയോ ദേഷ്യമോ അവൻ പുറത്തു കാണിച്ചില്ല. "ഞാനത് സമ്മതിക്കില്ല, നിനക്ക് മനസ്സിലായോ?" ലോർഡ് ചെൽഫോർഡിന്റെ ശബ്ദം കുട്ടികളെപ്പോലെയുള്ള ദേഷ്യം കൊണ്ട് ഉയർന്നതായിരുന്നു. "എന്റെ സ്വകാര്യ കാര്യങ്ങളിൽ നീ ഇടപെടുന്നത് ഞാൻ അനുവദിക്കില്ല. നീ ഒരു പെണ്ണിനെ എന്നിൽ നിന്നകറ്റി ലെസ്ലിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല." "ഞാൻ അങ്ങനെയല്ല," സഹോദരൻ ആവേശത്തോടെ പറയാൻ തുടങ്ങി. "നീ അങ്ങനെയാണ്, അതെ. ഞാൻ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമല്ല. ഞാൻ വിഡ്ഢിയല്ല ഡിക്ക്. അനന്തരാവകാശത്തിൽ അടുത്തത് നീയാണ്. ഞാൻ ലെസ്ലി ജിന്നിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അത് മനസ്സിലാക്കുക. ആ വിവാഹനിശ്ചയം മുടക്കാൻ നിനക്ക് കഴിയില്ല." ആ ആരോപണത്തിന്റെ ക്രൂരതയും അനീതിയും ഒരു നിമിഷം ആ യുവാവിനെ വിളറി വെളുപ്പിക്കുകയും വിറപ്പിക്കുകയും ചെയ്തു. പിന്നെ വലിയൊരു ശ്രമത്തിലൂടെ അവൻ ചിരിച്ചു. ഇത്തരം രംഗങ്ങൾ മിക്കവാറും ദിവസങ്ങളിലുണ്ടാകാറുണ്ടെങ്കിലും ഹാരി ആൽഫോർഡ് ഇത്രയും അതിരുവിട്ടു പെരുമാറുന്നതിതാദ്യമാണ്. 10 മിനിറ്റിനുള്ളിൽ ഈ കൊടുങ്കാറ്റടങ്ങും. ഹാരി പഴയ സ്നേഹമുള്ളവനായി മാറും. പക്ഷെ ഇപ്പോൾ അത് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. "നീ എന്തിനാണ് ഇത്രയും മോശമായ കാര്യങ്ങൾ പറയുന്നത്?" അവൻ ചോദിച്ചു. "വെന്നറെ ഞാൻ ഒഴിവാക്കിയത് അവൾ നിനക്ക് ചേർന്ന ഭാര്യയല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമല്ല. നീ എന്റെ മരണത്തിനായി കാത്തിരിക്കുകയാണ്, എന്റെ സ്ഥാനത്തിനായി," മൂത്ത മകൻ ഏതാണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു. "ചെൽഫോർഡിലെ പുതിയൊരു കൗണ്ടസിനെ കാണുക എന്നത് നീ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ്. നിനക്കതറിയാം." ഡിക്ക് ആൽഫോർഡ് മൗനം പാലിച്ചു. തന്റെ സഹോദരൻ പറഞ്ഞത് സത്യമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നു. ഫോസവേ മാനറിനു മുകളിൽ ഒരു കാർമേഘം പോലെ തങ്ങി നിൽക്കുന്ന ആ ഭയാനകമായ രഹസ്യം പങ്കിടാൻ ഹാരി ആൽഫോർഡ് ഈ വലിയ വീട്ടിലേക്കൊരു ഭാര്യയെ കൊണ്ടുവരുന്ന ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒന്നായിരിക്കും. അധ്യായം 4. ഡിക്ക് ആൽഫോർഡ് താൻ സാധാരണയായി ജോലി ചെയ്യാറുള്ള ചെറിയ മുറിയിലായിരുന്നു. ഫയൽ ക്യാബിനറ്റുകളും രേഖകൾ സൂക്ഷിക്കുന്ന പെട്ടികളും നിറഞ്ഞ ഒരു മുറിയായിരുന്നു അത്. പുൽത്തകിടിയിലേക്ക് തുറക്കുന്ന ഫ്രഞ്ച് ജനാലകൾ തുറന്നിട്ടിരുന്നു. സെപ്റ്റംബർ മാസമായിരുന്നെങ്കിലും രാത്രിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ഷർട്ടിന്റെ കൈകൾ മടക്കിവെച്ച് പല്ലുകൾക്കിടയിൽ ഒരു പുകക്കുഴൽ കടിച്ചുപിടിച്ച് അവൻ ജോലി ചെയ്യുകയായിരുന്നു. തലയിൽ കെട്ടിവെച്ചിരുന്ന പച്ച നിറമുള്ളൊരു വലിയ ഷെയ്ഡ് അവന്റെ കണ്ണുകളെ മുകളിലെ വെളിച്ചത്തിൽ നിന്ന് സംരക്ഷിച്ചു. ലോർഡ് ഷെൽഫോർഡിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും തമ്മിൽ സാമ്യമുണ്ടായിരുന്നെങ്കിൽ ഡിക്ക് ആൽഫോർഡിൽ തന്റെ അർദ്ധസഹോദരനുമായി ചെറിയൊരു സാമ്യം പോലും കണ്ടെത്താൻ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് പോലും കഴിയില്ലായിരുന്നു. അവൻ തുറസായ സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രകൃതക്കാരനായിരുന്നു. 6 അടി ഉയരമുള്ള വിസ്താരമേറിയ തോളുകളും ഒതുങ്ങിയ അരക്കെട്ടുമുള്ള ഒരു അത്ലറ്റ്. കാറ്റുള്ള കുന്നിൻചെരിവുകളിൽ ചെലവഴിച്ച ജീവിതത്തെ വിളിച്ചോതുന്നതായിരുന്നു അവന്റെ കരുവാളിച്ച മുഖം. തന്റെ പഴയ ടൈപ്പ്റൈറ്റർ നീക്കിവെച്ച് പുകക്കുഴൽ വീണ്ടും കത്തിച്ച് ഒന്ന് നിവർന്നിരുന്നപ്പോൾ അവന്റെ നീലക്കണ്ണുകൾ ഒരു കൗതുകം നിറഞ്ഞ ചിരിയോടെ ഭൃത്യനെ നോക്കി. "കറുത്ത മഠാധിപതിയോ? ദൈവമേ, തോമസ്, നീ അയാളെ കണ്ടോ?" "ഇല്ല സാർ, ഞാൻ കണ്ടില്ല. പക്ഷേ ചെൽഫോർഡ് ഗ്രാമത്തിലെ പലചരക്ക് കടക്കാരനായ മിസ്റ്റർ കാർട്ട്റൈറ്റ്." മിസ്റ്റർ കാർട്ട്റൈറ്റിന്റെ ഭയത്തെയും അത്ഭുതത്തെയും ആശയക്കുഴപ്പത്തെയും കുറിച്ച് അയാൾ വ്യക്തമായി വിവരിച്ചു. റെഡ് ലൈനിൽ നിന്ന് അവർ വിളിച്ചു ചോദിച്ചിരുന്നു, തിരുമനസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടോ എന്ന്. തോമസിന് തോമസിലല്ലാതെ മറ്റൊന്നിലും വിശ്വാസമില്ലായിരുന്നെങ്കിലും അയാൾ ഒന്നു വിറച്ചു. എല്ലാവരും പറയുന്നതനുസരിച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അയാളെ കാണുന്നത്. അലറുന്നതും ഞരങ്ങുന്നതും കേട്ടിട്ടുണ്ടെങ്കിലും ആരും കണ്ടിരുന്നില്ല. വികാരിയച്ഛൻ കടൽത്തീരത്ത് പോയപ്പോൾ ആരാണ് പള്ളിമേടയ്ക്ക് തീയിട്ടതെന്ന് ആർക്കും അറിയില്ല. "അത് മതി തോമസ്. കാർട്ട്റൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ മദ്യപിച്ചിട്ടുണ്ടാകും," ഡിക്ക് ഉന്മേഷത്തോടെ പറഞ്ഞു. "അല്ലെങ്കിൽ അയാൾ വല്ല നിഴലും കണ്ടതാകും." പൂർണ്ണചന്ദ്രന്റെ നീലയും വെള്ളയും കലർന്ന വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന പുൽത്തകിടിയിലേക്ക് അവൻ നോക്കി. കരയിലോ കടലിലോ ഇല്ലാത്ത പലതും നിലാവെളിച്ചത്തിൽ കാണാൻ കഴിയും. "കറുത്ത മഠാധിപതിയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് തിരുമനസ് പറഞ്ഞിട്ടുണ്ടല്ലോ?" "അതെ സാർ." "എങ്കിൽ വായടയ്ക്കൂ," ഡിക്ക് പറഞ്ഞു. പുകക്കുഴൽ വായിൽ വെച്ചുകൊണ്ട് അവൻ ഹാളിലൂടെ നടന്ന് മങ്ങിയ വെളിച്ചമുള്ള ലൈബ്രറിയിലേക്ക് പോയി.
മേൽക്കൂരയിൽ തൂക്കിയിട്ടിരുന്ന 3 വിളക്കുകൾ അണഞ്ഞുകിടക്കുകയായിരുന്നു. മേശയുടെ ഇരുവശത്തുമായി വെച്ചിരുന്ന പച്ച ഷേഡുള്ള 2 വായനാ വിളക്കുകൾ മാത്രമേ കത്തിയിരുന്നുള്ളൂ. ഇത് ഇരുട്ടിന്റെ കാഠിന്യം കൂട്ടി. ഡിക്ക് വാതിലടച്ച് ഒരു കസേര വലിച്ചിട്ട് മേശക്കരികിലേക്ക് അലസമായി നടന്നു. സഹോദരനെ കണ്ടപ്പോൾ ചെൽഫോർഡിന്റെ മുഖം ചുളിഞ്ഞു. ശരിക്കും ബിക്ക്, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഈ ഷർട്ടും ട്രൗസറും ഇട്ട് ഇവിടെയൊക്കെ അലഞ്ഞു തിരിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കാണാൻ വളരെ മോശമാണ്. ഇത് നല്ല തണുപ്പുള്ള വേഷമാണ്, ഡിക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. നല്ലൊരു പുകയിലയുടെ മണം നിനക്ക് സഹിക്കാൻ പറ്റുമോ? ലോർഡ് ചെൽഫോർഡ് തന്റെ കസേരയിൽ അസ്വസ്ഥനായി അനങ്ങി. പിന്നെ കൈനീട്ടി ഒരു സ്വർണ്ണപ്പെട്ടി തുറന്ന് അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്തു. നിന്റെ ഈ നാറുന്ന സാധനത്തേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ പുകക്കുഴൽ. 100 പൗണ്ടിന് ബെറ്റുവെക്കാം, ഡിക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിഗരറ്റുകൾ എനിക്ക് സഹിക്കാം, പക്ഷെ സുഗന്ധമുള്ള സിഗരറ്റുകൾ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിക്ക്, നിനക്ക് പുറത്തു പോകാം. തിരുമനസ് അസ്വസ്ഥതയോടെ പിറുപിറുത്തു. പെട്ടെന്നയാൾ ചോദിച്ചു, നീ ഈ പത്രവാർത്ത കണ്ടോ? ക്രിസ്റ്റൽ വെയിറ്റിനടിയിൽ നിന്ന് അയാൾ ആ പത്രക്കടലാസ് വലിച്ചെടുത്തു. ഡിക്ക് അതിലൂടെ കണ്ണോടിച്ചു. നമ്മൾ ജനശ്രദ്ധ നേടുന്നുണ്ട് ഹാരി, അവൻ പറഞ്ഞു. പക്ഷെ എന്നെക്കുറിച്ച് ഒന്നുമില്ല. അത് കഷ്ടമായിപ്പോയി. വിഡ്ഢിത്തം പറയാതിരിക്കൂ. അതെങ്ങനെ പത്രത്തിൽ വന്നു? എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പത്രത്തിൽ വരുന്നത്? ഡിക്ക് അലസമായി ചോദിച്ചു. നമ്മുടെ പ്രേതം ഒരു പത്രപ്രവർത്തകനെപ്പോലെ ഉപകാരപ്രദമാണ്. ഹാരി പെട്ടെന്ന് അവന്റെ നേരെ തിരിഞ്ഞു. നിനക്കിതൊന്ന് ഗൗരവമായി എടുത്തുകൂടെ? ഇതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നിനക്ക് കാണാൻ വയ്യേ? എന്റെ മാനസികാവസ്ഥ നിനക്കറിയാമല്ലോ. നിനക്കൊട്ടും സഹതാപമില്ല ഡിക്ക്. നീ കല്ലുപോലെ കടുപ്പമുള്ളവനാണ്. എല്ലാവർക്കും നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണെന്ന് തോന്നുന്നു. ഡിക്ക് വിഷമത്തോടെ പുകക്കുഴൽ വലിച്ചു. അതെന്റെ നിർഭാഗ്യകരമായ സ്വഭാവമാണ്. ഞാൻ കാര്യക്ഷമതയുള്ളവനായി മാറുന്നുണ്ടോ എന്നെനിക്ക് പേടിയുണ്ട്. എന്റെ ജനപ്രീതിയില്ലായ്മയ്ക്ക് എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരേയൊരു കാരണം അതാണ്. അത് കാരണം എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ദൈവത്തെ ഓർത്ത് തമാശ കളിക്കല്ലേ. ഞാനിപ്പോൾ കാര്യമായിട്ടാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഡിക്ക് മന്ത്രിച്ചു. വേണമെങ്കിൽ ഒരു ഭക്തിഗാനം പാടി നോക്കൂ. ഹാരി ചെൽഫോർഡ് കടുത്ത ക്ഷീണത്തോടെ മുഖം തിരിച്ചു. കയ്യിലുള്ള കൈയെഴുത്ത് പ്രതിയിൽ വിരലോടിച്ചുകൊണ്ട് സഹോദരനെയും വാതിലിനെയും മാറി മാറി നോക്കി. അതൊരു പുറത്താക്കൽ സൂചനയായിരുന്നു. ഡിക്ക് എഴുന്നേറ്റു. ഇന്നത്തെ ജോലി മതിയായില്ലേ ഹാരി? ഡിക്ക് സൗമ്യമായി ചോദിച്ചു. നീ ആകെ തളർന്നതുപോലെയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും ഉന്മേഷം എനിക്ക് മുൻപ് ഒരിക്കലും തോന്നിയിട്ടില്ല, മറ്റേയാൾ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ജ്യേഷ്ഠൻ പകർത്തിയെഴുതുന്ന അച്ചടിച്ച പേജ് വായിക്കാൻ ഡിക്ക് തല തിരിച്ചു നോക്കി. തന്റെ ശ്രമം വെറുതെയാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. ആ പുസ്തകം പഴയ ജർമ്മൻ ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. ഡിക്കിന്റെ ഭാഷാപരമായ കഴിവുകളാകട്ടെ റെസ്റ്റോറന്റിലെ ഫ്രഞ്ച് വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നു. ലോർഡ് ചെൽഫോർഡ് ഒരു നെടുവീർപ്പോടെ പുസ്തകം താഴെ വെച്ച് തന്റെ മെത്തയുള്ള കസേരയിലേക്ക് ചാരിയിരുന്നു. ഇതിനായി സമയം കളയുന്ന ഞാനൊരു വിഡ്ഢിയാണെന്ന് നീ കരുതുന്നുണ്ടാകും. അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്ക് നേരെ അയാൾ കൈയുയർത്തി. ലെസ്ലിയുടെ കൂടെ രസകരമായി സമയം ചെലവഴിക്കാൻ കഴിയുമായിരുന്നിട്ടും. ഡിക്ക് തലയാട്ടി. അതെ, നീ പുറത്ത് സമയം ചെലവഴിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മടിയൻ നീയാണ്. ഹാരി ചെൽഫോർഡിന്റെ ചിരിയിൽ ഒരു മേൽക്കോയ്മയുണ്ടായിരുന്നു. സന്തോഷകരമെന്ന് പറയട്ടെ, താൻ വിവാഹം കഴിക്കുന്നത് ഒരു പുസ്തകപ്പുഴുവിനെയാണെന്നും അല്ലാതെ ഒരു അത്ലറ്റിനെയല്ലെന്നും ലെസ്ലിക്ക് അറിയാം, അയാൾ പറഞ്ഞു. എഴുന്നേറ്റ് ഡിക്ക് ഇരിക്കുന്നിടത്തേക്ക് നടന്ന് അവന്റെ തോളിൽ കൈവച്ചു. യഥാർത്ഥ ചെൽഫോർഡ് നിധി കണ്ടെത്തുന്നതിന്റെ പാതി വഴിയിലാണ് ഞാനെന്ന് പറഞ്ഞാൽ നീ എന്തു പറയും? താൻ എന്താണ് പറയുകയെന്ന് ഡിക്കിന് കൃത്യമായി അറിയാമായിരുന്നു. എങ്കിലും അവൻ നയപരമായി മറുപടി നൽകി. സ്വർണം നിർമ്മിക്കാൻ കഴിയുന്ന മാന്ത്രിക കല്ല് കണ്ടെത്തുന്നതിന്റെ 3/4 ഭാഗം നീ പിന്നിട്ടു എന്ന് ഞാൻ പറയും, അവൻ പറഞ്ഞു. എന്നാൽ അവന്റെ സഹോദരൻ ഗൗരവത്തിലായിരുന്നു. കൈകൾ പിന്നിൽ കെട്ടി, താടി നെഞ്ചോട് ചേർത്ത് അയാൾ ആ നീളമുള്ള ലൈബ്രറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അയാൾ പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നുള്ളൂ. പക്ഷേ ചെൽഫോർഡ് നിധി സത്യമാണ് ഡിക്ക്. അതിനോടൊപ്പം മറ്റെവിടെയോ ഏറ്റവും വലിയ നിധിയുമുണ്ട്. അവന്റെ സഹോദരൻ ക്ഷമയോടെ കേട്ടുനിന്നു. 35 പൗണ്ട് വീതം ഭാരമുള്ള 1000 തനി തങ്കക്കട്ടികളുടെ കഥ അവന് മനഃപ്പാഠമായിരുന്നു. ചെൽഫോർഡ് എസ്റ്റേറ്റുമായി വേർപെടുത്താനാവാത്തതായിരുന്നു ചെൽഫോർഡ് നിധിയുടെ ഐതിഹ്യം. ഹാരി വേഗത്തിൽ തന്റെ മേശയ്ക്കരികിലേക്ക് നടന്നു. ഒരറ തുറന്ന് മൃഗത്തോൽ കൊണ്ട് പൊതിഞ്ഞ ഒരു ചെറിയ പുസ്തകം പുറത്തെടുത്തു. കാലപ്പഴക്കം കൊണ്ട് മഞ്ഞനിറമായ താളുകളിൽ എഴുതിയ അക്ഷരങ്ങൾ മങ്ങി ഒരിളം പച്ച നിറമായി മാറിയിരുന്നു. ശ്രദ്ധിക്കൂ, അയാൾ പറഞ്ഞു. എന്നിട്ട് വായിക്കാൻ തുടങ്ങി. ഈ മാസത്തെ 15-ാം തീയതി, അതായത് വിശുദ്ധ ജെയിംസിന്റെ തിരുനാൾ ദിവസം, സ്പാനിഷ് കടലുകളിലെ യാത്ര കഴിഞ്ഞ് സർ വോൾട്ടർ ഹൈത്ത് തിരിച്ചെത്തി. ആ യാത്രയുടെ ചെലവിനായി ഞാൻ ആദ്യം 3800 പൗണ്ടും പിന്നീട് ബെല്ലിറ്റി ദി ലൊംബാർഡിൽ നിന്ന് 8000 പൗണ്ടും സമാഹരിച്ചിരുന്നു. സർ വോൾട്ടർ ഹൈത്ത് 10 വണ്ടികളിലായി 1000 സ്വർണ്ണക്കട്ടികൾ കൊണ്ടുവന്നു. ഓരോന്നിനും 35 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. എസ്പെരാൻസ, എസ്കുറിയൽ എന്നീ 2 സ്പാനിഷ് കപ്പലുകളിൽ നിന്നാണ് അദ്ദേഹം ഇവ പിടിച്ചെടുത്തത്. ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മഴ അടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും കാലാവസ്ഥ വരണ്ടതായി തുടരുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കട്ടികൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം.
രാജ്ഞിയുടെ അത്യാഗ്രഹം ഭയന്ന് ഈ സ്വർണത്തെക്കുറിച്ച് ബേർലി പ്രഭുവിനെ അറിയിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് കരുതുന്നു. കൂടാതെ ആസ്ടെക് ജനതയുടെ പുരോഹിതൻ ഡോൺ കോട്ടസിന് നൽകിയ ജീവജലത്തിന്റെ സ്ഫടിക കുപ്പിയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സെവിയയിലെ ഫ്രാ പെഡ്രോ സാക്ഷ്യപ്പെടുത്തിയതനുസരിച്ച് ഇതിന്റെ ഒരു തുള്ളി നാവിൽ വീണാൽ മരിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കും. സ്വർണം സൂക്ഷിക്കുന്ന രഹസ്യസ്ഥലത്ത് തന്നെ അതീവ ശ്രദ്ധയോടെ ഞാൻ ഇതും ഒഴിപ്പിക്കും. സർ വോൾട്ടർ ഹൈത്തില് അതേ ഭാരമുള്ള 100 സ്വർണ്ണക്കട്ടികൾ സ്വന്തമായി എടുക്കാൻ ഞാൻ അനുവാദം നൽകിയിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ച് എനിക്ക് നന്ദി പറഞ്ഞ് ഗുഡ് ഫാദർ എന്ന തന്റെ കപ്പലിൽ ചിച്ചസ്റ്ററിൽ നിന്ന് യാത്ര തിരിച്ചു. എന്നാൽ ആ കപ്പൽ കെന്റിഷ് തീരത്ത് തകർന്ന് സർ വോൾട്ടർ ഹൈത്തും കപ്പൽ തലവനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ച ദാരുണമായ ദുരന്തം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ യഥാർത്ഥ ഭരണാധികാരിയായ മേരിയുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അപകടത്തിലാണ്. ചെൽഫോർഡ് പ്രഭു തലയുയർത്തി തന്റെ സഹോദരന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എഴുത്ത് അവിടെ അവസാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മേരിയെ സിംഹാസനത്തിലേറ്റാനുള്ള ഗൂഢാലോചനയിൽ പങ്കുചേർന്നതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എലിസബത്ത് രാജ്ഞിയുടെ പടയാളികൾ എത്തിയതുകൊണ്ടാവില്ല എഴുത്ത് തടസ്സപ്പെട്ടതെന്ന് എനിക്കുറപ്പാണ്. നിധി ഒളിപ്പിക്കാൻ അദ്ദേഹത്തിന് സമയം ലഭിച്ചിട്ടുണ്ടാകണം. എവിടെയാണ് ആ സ്ഫടികക്കുപ്പി? അതിനേക്കാളുപരി എവിടെയാണ് ആ സ്വർണം? പ്രായോഗിക ബുദ്ധിയുള്ള ഡിക്ക് ചോദിച്ചു. എലിസബത്ത് രാജ്ഞിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അവരത് കൈക്കലാക്കിയിട്ടുണ്ടാകും. ആരും ഇന്നുവരെ അത് കണ്ടെത്തിയിട്ടില്ല. 400 വർഷങ്ങളായി നമ്മുടെ പൂർവികർ ഈ സ്വർണത്തിനായി തിരച്ചിൽ നടത്തുന്നു. ചെൽഫോർഡ് പ്രഭു ദേഷ്യത്തോടെ ആംഗ്യം കാണിച്ചു. സ്വർണം, സ്വർണം, സ്വർണം! നിനക്ക് വേറൊന്നും ചിന്തിക്കാനില്ലേ? ആ സ്വർണത്തെ ശപിക്കുന്നു. അത് കണ്ടുപിടിച്ച് നീ തന്നെ വെച്ചോളൂ. എനിക്ക് വേണ്ടതാ കുപ്പിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം നേർത്തൊരു മന്ത്രിക്കലായി മാറി. മുഖം പെട്ടെന്ന് വിയർത്തു തുടങ്ങി. ഡിക്ക്, എനിക്ക് മരണത്തെ ഭയമാണ്. ദൈവമേ, എനിക്കെത്രമാത്രം ഭയമുണ്ടെന്ന് നിനക്കറിയില്ല. രാവും പകലും ആ ഭയം എന്നെ വേട്ടയാടുന്നു. എപ്പോഴാണ് എന്റെ ജീവൻ എന്നിൽ നിന്ന് പോകുക എന്നാലോചിച്ച് മണിക്കൂറുകൾ എണ്ണി ഞാനിവിടെ ഇരിക്കുകയാണ്. നിനക്കത് കേൾക്കുമ്പോൾ ചിരി വരും. ചിരിക്ക്, ചിരിക്ക്. പക്ഷെ ഡിക്ക് ആൽഫോർഡിന്റെ മുഖം ഗൗരവമുള്ളതായിരുന്നു. അതിൽ ചിരിയുണ്ടായിരുന്നില്ല. ഞാൻ ചിരിക്കുന്നില്ല. പക്ഷെ ഹാരി, ജീവജലം പോലൊന്ന് അസംബന്ധമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എന്തുകൊണ്ട്? ചെൽഫോർഡ് പ്രഭുവിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. പുരാതന സംസ്കാരങ്ങൾ ഈ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടാകില്ല എന്ന് പറയാൻ എന്താണ് കാരണം? വയർലെസ് ടെലിഗ്രാഫിയേക്കാളും ആറ്റങ്ങളുടെ വിഘടനത്തെക്കാളും അത്ഭുതകരമായി ഇതിൽ എന്തിരിക്കുന്നു? 30 വർഷം മുമ്പ് ആകാശത്തിലൂടെ പറക്കുന്നത് ഒരു അത്ഭുതമായാണ് കരുതിയിരുന്നത്. ആ കുപ്പി, എനിക്ക് വേണ്ടത് ആ ജീവജലത്തിന്റെ കുപ്പിയാണ്. സ്വർണം, അത് റോഡിലേക്ക് വലിച്ചെറിയൂ. ആവശ്യമുള്ള പാവങ്ങൾ അതെടുത്തോട്ടെ. എനിക്ക് വേണ്ടത് ജീവിതമാണ്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവിതവും ഭയത്തിന്റെ അവസാനവും. അയാൾ കസേരയിലേക്ക് തളർന്നിരുന്നു. ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുടച്ചുമാറ്റി. ഭയത്തിന്റെ അവസാനം. അയാൾ പിറുപിറുത്തു. തന്റെ സഹോദരന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഡിക്ക് അത് ശ്രദ്ധിച്ചു. ഇയാൾ ലെസ്ലി ജിന്നിന്റെ ഭർത്താവാകാൻ പോകുന്നത്. ആ ചിന്ത അവനെ നടുക്കി. അധ്യായം 5. ബഹുമാന്യനായ റിച്ചാർഡ് ഫാലിംഗ്ടൺ ആൽഫോർഡിന്റെ ജീവചരിത്രം ആരെങ്കിലും ഒരു ജനപ്രിയ പുസ്തകമായി എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവും വിനോദവുമെല്ലാം ചെൽഫോർഡ് എസ്റ്റേറ്റ് നോക്കി നടത്തുക എന്നതാകുമായിരുന്നു. പുല്ലിന്റെ ഓരോ തലപ്പും അദ്ദേഹത്തിനറിയാമെന്ന് അവിടുത്തെ കാര്യസ്ഥന്മാർ പറയുമായിരുന്നു. വിളഞ്ഞു നിൽക്കുന്ന കൃഷിയുടെ മൂല്യം കൃത്യമായി കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് അവിടുത്തെ കർഷകർ ആണയിട്ട് പറയും. ഫോസവേ മാനറിന്റെ ബലവും ബലഹീനതയും അവിടുത്തെ ശില്പിയേക്കാൾ നന്നായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എലിസബത്തൻ കാലഘട്ടത്തിലെ നിർമ്മാതാക്കൾ എവിടെയൊക്കെയാണ് അടിത്തറയിൽ വീഴ്ച വരുത്തിയതെന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു. റിച്ചാർഡ് ഓഫ് യോർക്ക് ചുട്ടരിച്ച പഴയ കോട്ടയുടെ മതിലുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. വഞ്ചനയുടെ പേരിൽ 4ാമത്തെ പ്രഭുവിന്റെ തലയറുത്ത ആ വലിയ കവാടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ചെൽഫോർഡിന്റെ വിശാലമായ ഭൂമിയോട് ഏതൊരു കാമുകിയും അസൂയപ്പെടുന്ന തരത്തിലുള്ള അചഞ്ചലമായ സ്നേഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മഞ്ഞുവീട ഒരു ശരത്കാല പ്രഭാതത്തിൽ ഇളം വെയിൽ മേഘങ്ങൾക്കിടയിലൂടെ പുറത്തുവരാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പാർക്കിലൂടെ നടന്ന് പഴയ മഠത്തിന്റെ അവശിഷ്ടങ്ങൾക്കടുത്തേക്ക് പോയി. അവിടെ ഇപ്പോൾ അധികമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. മിന്നലേറ്റു തകർന്ന ഒരു ഗോപുരം, പണ്ട് മനോഹരമായ ജനാലകളുണ്ടായിരുന്ന ഒരു കവാടം, ക്രോംവെല്ലിന്റെ സൈനികർ തകർത്ത കല്ലുകളുടെ കൂമ്പാരങ്ങൾ എന്നിവ മാത്രം. പുല്ലുകൾക്കിടയിൽ ഉറപ്പുള്ള തറയുടെ സ്പർശം ഇപ്പോഴും അനുഭവപ്പെടാമായിരുന്നു. നടക്കുമ്പോൾ അദ്ദേഹം പൈപ്പ് വലിക്കുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റിൽ പുകയിലയുടെ മണം മനോഹരമായി അനുഭവപ്പെട്ടു. അദ്ദേഹം ഫാമിലേക്ക് പോകുകയായിരുന്നു. അതൊരു സാധാരണ യാത്രയായിരുന്നു. രാത്രിയിൽ ഒരു പശു ചത്തുപോയിരുന്നു. അതിന് കന്നുകാലിപ്പനിയാണെന്ന് പശുക്കാരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിചിതമായ ആ അവശിഷ്ടങ്ങൾ മുന്നിൽ തെളിഞ്ഞു കണ്ടു. ഒരു വലിയ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന ആ കവാടം കണ്ടപ്പോൾ അത് പുനരുദ്ധരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. എന്നെങ്കിലും ചെൽഫോർഡിന് നല്ല കാലം വരുമ്പോൾ, അല്ലെങ്കിൽ കൽക്കരി ഖനി ലാഭകരമാകുമ്പോൾ, അതുമല്ലെങ്കിൽ ഹാരി ഒരു ധനികയായ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അത് സാധ്യമായേക്കും. അതൊരു അസുഖകരമായ ചിന്തയായിരുന്നു. വെറുപ്പോടെ അദ്ദേഹം ചുണ്ടുകൾ കോട്ടി. പെട്ടെന്ന് അദ്ദേഹം നിന്നു. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു.
ഒരു സ്ത്രീ. അവൾ അദ്ദേഹത്തിന് പുറംതിരിഞ്ഞാണ് നിന്നിരുന്നത്. അദ്ദേഹം അവിടെയുള്ള കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. അവളുടെ രൂപം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പരിചിതമായി തോന്നി. ഡിക്ക് പാതയിൽ നിന്ന് മാറി അവൾക്കടുത്തേക്ക് നടന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഒരു ചെറിയ നിലവിളിയോടെ ഭയന്ന മുഖവുമായി അവൾ തിരിഞ്ഞുനോക്കി. സുപ്രഭാതം മിസ് വെനർ, അദ്ദേഹം മര്യാദയോടെ പറഞ്ഞു. നിങ്ങൾ ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റല്ലോ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആ പഴയ സംഭവത്തിന് അവൾ അദ്ദേഹത്തോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമേയില്ലായിരുന്നു. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ വെറുപ്പ് ജ്വലിച്ചു. സുപ്രഭാതം മിസ്റ്റർ ആൽഫോർഡ്, അവൾ മര്യാദയോടെ തന്നെ മറുപടി നൽകി. ഞാൻ ഗ്രാമത്തിൽ താമസിക്കുകയാണ്. ഈ പഴയ സ്ഥലമൊന്ന് കാണാൻ വന്നതാണ്. അദ്ദേഹം ഗൗരവത്തോടെ തലയാട്ടി. ഇന്നലെയും നിങ്ങൾക്കിതേ ചിന്തയുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. എന്റെ സഹോദരനെ കാണാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നല്ലോ. അതിനെന്താ? അവൾ വെല്ലുവിളിയോടി ചോദിച്ചു. മിസ് വെനർ, നിങ്ങളിനി ഒരിക്കലും ഈ ഗേറ്റിനുള്ളിൽ കടക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളിത് തിരിച്ചറിയുമെന്ന് ഞാൻ കരുതി. തിരിച്ചറിയുക എന്നത് അല്പം കടുപ്പമേറിയ വാക്കാണെങ്കിലും മറ്റൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നില്ല. അങ്ങനെയോ? അവളുടെ മുഖം ചുവന്നു തുടുത്തു. അങ്ങനെയോ? അതെ, അങ്ങനെ തന്നെ, അദ്ദേഹം തലയാട്ടി. അവൾ കുറച്ചുനേരം അദ്ദേഹത്തെ നോക്കി നിന്നു. കുടുംബത്തിന്റെ ഈ കാവൽക്കാരനെ ശല്യപ്പെടുത്തിയതിൽ എനിക്ക് ഖേദമുണ്ട്, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തെയും ധൈര്യത്തെയും ഒരു പരിധിവരെ അദ്ദേഹത്തിന് അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അദ്ദേഹത്തിന് നേരെ തറച്ചുനിന്നു. ദേഷ്യം മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഡിക്ക് ആൽഫോർഡിനെ താനൊരു ക്രൂരനാണെന്ന് തോന്നി. ഞാൻ വന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ 3 വർഷം അദ്ദേഹത്തിനു വേണ്ടി ജോലി ചെയ്ത എനിക്ക് ലോർഡ് ഷെൽഫോർഡിനെ ഒന്ന് കാണാനുള്ള അവകാശമെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ നടന്ന ഒരേയൊരു കാര്യം നിങ്ങളുടെ ആഴ്ചതോറുമുള്ള ശമ്പളം മാത്രമാണ്, മിസ് വെനർ, ഡിക്ക് അങ്ങേയറ്റം ശാന്തതയോടെ പറഞ്ഞു. അതോടെ അവളുടെ സഹനശക്തി നശിച്ചു. അദ്ദേഹം എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. നിങ്ങൾ ഇടയിൽ കയറി തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുമായിരുന്നു, അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാനൊരു മാന്യയായ സ്ത്രീയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വാഗ്ദാനം ലംഘിച്ചതിന് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് 1000കണക്കിന് പൗണ്ട് നഷ്ടപരിഹാരം വാങ്ങാമായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള രണ്ടാമത്തെ മക്കളും പരാന്നഭോജികളുമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്കെതിരെ വ്യക്തമാക്കിയത്. ഒന്നുമില്ലാത്തവനായ നിനക്കൊക്കെ നാണമില്ലേ? അവളുടെ വാക്കുകൾ കേട്ട് ഡിക്ക് ഉള്ളിൽ ചിരിച്ചു. നിങ്ങളുടെ ഇടപെടൽ കാരണം എന്റെ ജീവിതം തകർന്നു, അവൾ തുടർന്നു. ഞാൻ എത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ആ നിധിയെക്കുറിച്ച് പഠിക്കാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം എത്ര മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സെക്രട്ടറി ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടുനിന്നു. ഇതൊക്കെ സത്യമായിരിക്കാം, അദ്ദേഹം സമാധാനിപ്പിച്ചു. പക്ഷേ നിങ്ങൾ ഇവിടെ വരുന്നത് അത്ര ശരിയല്ല. അവൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ പുറകോട്ട് നോക്കുന്നത് കണ്ടപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. പക്ഷെ ആരെയും കണ്ടില്ല. അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് താഴേക്ക് റാവൻസ്രിൽ എന്ന വലിയ തോടൊഴുകുന്നുണ്ടായിരുന്നു. തകർന്ന മതിലുകൾക്ക് പിന്നിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പില്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവൾ ചോദിച്ചു. അദ്ദേഹം തലയാട്ടി. ഞാൻ നിങ്ങളെ ഫോൺവെൽ കട്ടിംഗ് വരെ കൊണ്ടുവിടാം, അതാണ് ഗ്രാമത്തിലേക്കുള്ള എളുപ്പവഴി, അദ്ദേഹം പറഞ്ഞു. തന്റെ സങ്കടത്തിൽ മുഴുകിയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനത്തെ എതിർക്കാൻ അവൾ നിന്നില്ല. ഇത്രയും പുലർച്ചെ അവൾ ഈ മഠത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തു ചെയ്യുകയായിരുന്നു? അത് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റോഡിലേക്കുള്ള പാതയിലൂടെ നടക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു. 10 ലക്ഷം പൗണ്ട് തന്നാലും ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കില്ല. അദ്ദേഹം ലെസ്ലി ഗൈനെ വിവാഹം കഴിക്കാൻ പോവുകയാണല്ലേ, അവർ സന്തോഷമായിരിക്കട്ടെ. നിങ്ങളുടെ ഈ സ്നേഹപൂർണമായ സന്ദേശം ഞാൻ എത്തിച്ചുകൊള്ളാം, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അതൊരു വിവേകശൂന്യമായ മറുപടിയായിരുന്നു. കാരണം അതവളിലെ ദേഷ്യത്തെ വല്ലാതെ ഉണർത്തി. അവനെ അവളെ നഷ്ടപ്പെടാതെ നോക്കിക്കോ, അത്ര തന്നെ, അവൾ അലറി. എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, നിനക്കും അവളുടെ പണം വേണം. രണ്ടാമത്തെ മകൻ അവളുമായി പ്രണയത്തിലാണ്. ഹാരി ആൽഫോർഡിനത് നല്ലൊരു കാര്യമായിരിക്കും. കുന്നിൻചെരിവിന്റെ അറ്റത്ത് കാലുകൾ ആട്ടിക്കൊണ്ടവനിരുന്നു. അവൾ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ അവൻ അവളെ നോക്കി നിന്നു. അവൻ ലെസ്ലി ഗൈനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ആ നിമിഷം മാത്രമാണ് അവൻ പോലും അത് തിരിച്ചറിഞ്ഞത്. അധ്യായം 6. ലണ്ടൻ നഗരത്തിൽ മിസ്റ്റർ ആർത്തർ ഗൈൻ തന്റെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്ന ഓഫീസിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് ഒരുപക്ഷെ ഉണ്ടാകില്ല. വെള്ള മരത്തടികൾ കൊണ്ട് അലങ്കരിച്ച ചുവരുകളും പിങ്ക് നിറത്തിലുള്ള ഷെയ്ഡുകളുള്ള വെള്ളി വിളക്കുകളും നിറഞ്ഞ വലിയൊരു മുറിയായിരുന്നു അത്. തറയിൽ വിരിച്ചിരുന്ന കടും ചുവപ്പ് പരവതാനിയിൽ പാദങ്ങൾ അമരുമ്പോൾ പഴയൊരു പുൽത്തകിടിയിലൂടെ നടക്കുന്നതുപോലെ തോന്നും. മുറിയിലെ ഫർണിച്ചറുകളെല്ലാം തന്നെ വളരെ വിലപിടിപ്പുള്ളവയായിരുന്നു.
ഈ വക്കീലിനെ കാണാൻ വരുന്നവരോട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പുകവലിക്കരുതെന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. ഹോൾബോണിലെ ബഹളങ്ങൾ അകത്തേക്ക് കടക്കാതിരിക്കാൻ ജനലുകൾ ഇരട്ട ചില്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. നഗരത്തിൽ വല്ലപ്പോഴും എത്തുന്ന സൂര്യപ്രകാശത്തെ തടയാൻ പുറത്ത് കർട്ടനുകളും, പുറത്തെ ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മുറിയെ വേർതിരിക്കാൻ പരവതാനിയോട് ചേരുന്ന വെൽവെറ്റ് കർട്ടനുകളുമുണ്ടായിരുന്നു. മുറിയിൽ റോസാപ്പൂക്കളുടെ നേർത്ത സുഗന്ധം എപ്പോഴുമുണ്ടായിരുന്നു. വിലകൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഫ്രാൻസിലെ ഗ്രാസിലുള്ള മികച്ച കമ്പനികളിൽ നിന്ന് അവ വരുത്തിച്ചിരുന്നു. വെളുത്ത നിറവും തെളിഞ്ഞ ചർമ്മവും ചെറിയ മഞ്ഞ മീശയുമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. വസ്ത്രധാരണത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. ചുളിവുകളില്ലാത്ത കോട്ടും ചാരനിറത്തിലുള്ള വെയ്സ്റ്റ് കോട്ടും കറുത്ത പാൻറ്റും തിളങ്ങുന്ന ഷൂസുമെല്ലാം ചേർന്ന് അദ്ദേഹം വളരെ സുന്ദരനായി കാണപ്പെട്ടു. മിസ്റ്റർ ഗൈൻ കോടതികളിൽ അധികം പോകാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ക്ലർക്കായ ഗിൽഡർ ആയിരുന്നു മിക്ക ജോലികളും ചെയ്തിരുന്നത്. 50 വയസ്സുള്ള പരുക്കൻ സ്വഭാവക്കാരനായ ഗിൽഡറാണ് ആ സ്ഥാപനത്തിന്റെ ബുദ്ധിയെന്ന് മറ്റുള്ളവർ കരുതിയിരുന്നു. മിക്കവാറും എല്ലാ കേസുകളും തയ്യാറാക്കുന്നതും കക്ഷികളെ കാണുന്നതും ഗിൽഡറായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഗൈനിന് വിട്ടുകൊടുത്തിരുന്നുള്ളൂ. സെപ്റ്റംബർ മാസത്തിലെ ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ മിസ്റ്റർ ഗൈനിന്റെ വലിയ റോൾസ് റോയ്സ് കാർ ശബ്ദമില്ലാതെ റോഡരികിൽ വന്നുനിന്നു. ഡ്രൈവർക്കൊപ്പം ഇരുന്നിരുന്ന സഹായി വേഗത്തിലിറങ്ങി വാതിൽ തുറന്നുകൊടുത്തു. ആർത്തർ ഗൈൻ വളരെ ആഡംബരത്തോടെ പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ കോട്ടിൽ ഒരു ചെറിയ വെളുത്ത റോസാപ്പൂവുണ്ടായിരുന്നു. തിളങ്ങുന്ന തൊപ്പിയും ഷൂസും കയ്യിലുള്ള കറുത്ത വടിയും കണ്ടപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ഒരു വരനാണോ ഇതെന്ന് വഴിയെ പോകുന്നവർക്ക് തോന്നിപ്പോകുമായിരുന്നു. അദ്ദേഹം ചെറിയ ഇലക്ട്രിക് ലിഫ്റ്റിൽ കയറി 1-ാം നിലയിലെത്തി. ഒരു ജീവനക്കാരൻ വണങ്ങിക്കൊണ്ട് വാതിൽ തുറന്നു. ആർത്തർ അകത്തേക്ക് നടന്നു. ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ തൊപ്പിയും വടിയും വാങ്ങി അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. മിസ്റ്റർ ഗൈൻ തന്റെ മേശയ്ക്കരികിലിരുന്നു. തുറന്നുവെച്ചിരുന്ന കത്തുകളൊന്ന് നോക്കിയ ശേഷം അവ മാറ്റിവെച്ചു. അദ്ദേഹം ബെല്ലിൽ 2 തവണ അമർത്തി. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഗിൽഡർ കയ്യിൽ കുറേ പേപ്പറുകളുമായി മുറിയിലേക്ക് വന്നു. വാതിലടയ്ക്കൂ ഗിൽഡർ, എന്താണിവ? ഗിൽഡർ ആ പേപ്പറുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. മിക്കവാറും എല്ലാം കോടതി നോട്ടീസുകളാണ്, അദ്ദേഹം പരുഷമായി പറഞ്ഞു. എനിക്കുള്ളതാണോ? ഗിൽഡർ തലയാട്ടി. ആർത്തർ ഗൈൻ വെറുതെ ആ പേപ്പറുകൾ മറിച്ചു നോക്കി. ഇവയിൽ ചില കേസുകളിൽ വിധി വന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും, ഗിൽഡർ പറഞ്ഞു. ഇതുവരെ ഞാൻ ഇവ കോടതിയിലെത്താതിരിക്കാൻ നോക്കി. പക്ഷേ ഇതിൽ 3 എണ്ണമെങ്കിലും ഉടനെ പണം നൽകി തീർക്കേണ്ടവയാണ്. അവധി കഴിഞ്ഞു വന്ന ശേഷം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഗുഡ്വുഡിലെ പന്തയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമായോ? 8,000-ഓ 9,000-ഓ പൗണ്ട്, ആർത്തർ ഗൈൻ നിസ്സാരമായി പറഞ്ഞു. അതിൽ കൂടുതലോ കുറവോ ആകാം. അതിനർത്ഥം നിങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ലാത്തതുകൊണ്ട് കൃത്യമായി അറിയില്ല എന്നാണ്, ഗിൽഡർ തുറന്നു പറഞ്ഞു. ഞാൻ കുറച്ചു നൽകി, ഏറ്റവും അത്യാവശ്യമുള്ളവ, ഗൈൻ വേഗത്തിൽ മറുപടി നൽകി. ഇതൊക്കെ എന്താണ്? അദ്ദേഹം തന്റെ ഭംഗിയുള്ള കൈകൾ കൊണ്ട് വീണ്ടും ആ നോട്ടീസുകൾ പരിശോധിച്ചു. ഇതിലൊന്ന് വളരെ ഗൗരവമുള്ളതാണ്. ഗിൽഡർ ഒരു പേപ്പർ എടുത്തു കാണിച്ചു. വെൽമാന്റെ സ്വത്തുക്കൾ നോക്കി നടത്തുന്നവർ 3,000 പൗണ്ടിനായി നിങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ വെൽമാനിൽ നിന്ന് വാങ്ങിയ കടം. നിനക്കത് പരിഹരിക്കാൻ കഴിയില്ലേ? ഗിൽഡർ തലകുലുക്കി. അവർ ട്രസ്റ്റികളാണ്. എനിക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് കോടതിയിലെത്തിയാൽ കാര്യങ്ങൾ വഷളാകും. ആർത്തർ ഗെയിൻ തോളുകൾ കുലുക്കി. ഒരു കടം വാങ്ങുന്നതിൽ ഇത്ര മോശമായി ഒന്നുമില്ല. നിങ്ങൾ വെൽമാന്റെ വക്കീലായിരുന്നു, ഗിൽഡർ ഇടയ്ക്ക് കയറി പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. ഇത് കോടതിയിൽ മോശമായി ചിത്രീകരിക്കപ്പെടും. ലോ സൊസൈറ്റി ചോദ്യങ്ങൾ ചോദിക്കും. കോടതിക്ക് പുറത്തിത് തെരുപ്പാക്കാൻ നിങ്ങൾ പണം കണ്ടെത്തേണ്ടിവരും. മറ്റുള്ളവ എന്തൊക്കെയാണ്? ആർത്തർ ഗെയിൻ ദേഷ്യത്തോടെ ചോദിച്ചു. വില്ലോ ഹൗസിലേക്ക് വാങ്ങിയ ഫർണിച്ചറിന്റെ 12,000 പൗണ്ട് ഒരെണ്ണം, പിന്നെ ആ വീട് വാങ്ങിയതിന്റെ ബാക്കി തുക നൽകാനുള്ള മറ്റൊന്ന്. ആർത്തർ ഗെയിൻ കസേരയിൽ ചാരിയിരുന്ന് ഒരു സ്വർണ്ണ ടൂത്ത് പിക്ക് എടുത്തു കടിച്ചു. ആകെ എത്ര തുക വരും? ഏകദേശം 6,000 പൗണ്ട്, ഗിൽഡർ പേപ്പറുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കിത് സംഘടിപ്പിക്കാൻ കഴിയില്ലേ? അദ്ദേഹം തലയാട്ടി. ഒരു പ്രോമിസറി നോട്ട് എഴുതിയാലോ? ആര് ജാമ്യം നിൽക്കും? വക്കീൽ തലയുയർത്തി ചോദിച്ചു. ഗിൽഡർ താടിയിൽ തടവി. ലോർഡ് ചെൽഫോർഡിന്റെ കാര്യമെന്താണ്? അദ്ദേഹം ചോദിച്ചു. അധ്യായം 7. ആർത്തർ ഗെയിൻ നതുവായി ചിരിച്ചു. ഇത്തരമൊരു നിർദ്ദേശവുമായി ഞാൻ ചെൽഫോർഡിന്റെ അടുത്തേക്ക് പോയാൽ അദ്ദേഹം എന്തു പറയുമെന്നാണ് നീ കരുതുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നീ ഒരു കാര്യം മറന്നുപോകുന്നു. ചെൽഫോർഡിനെ സംബന്ധിച്ചിടത്തോളം തന്റെ 25-ാം ജന്മദിനത്തിൽ 10 ലക്ഷം പൗണ്ടിന്റെ ഭൂരിഭാഗവും അവകാശമായി ലഭിക്കാൻ പോകുന്ന ഒരു യുവതിയുടെ സഹോദരനാണ് ഞാൻ. ഞാൻ അവരുടെ സഹോദരൻ മാത്രമല്ല, അവളുടെ ട്രസ്റ്റിയും കൂടിയാണ്. കൂടാതെ ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ എസ്റ്റേറ്റ് നോക്കി നടത്തുകയും ചെയ്യുന്നു.
ഞാൻ അതിന് ശ്രമിച്ചാൽ അദ്ദേഹം എന്തു വിചാരിക്കും? ചെൽഫോർഡ് ഒരു വിഡ്ഢിയാണ്, പക്ഷെ അത്ര വലിയ വിഡ്ഢിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും രണ്ടാമത്തെ മകൻ, സെക്കൻഡ് സൺ, ആണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നീ ഉദ്ദേശിക്കുന്നത് ആൽഫോർഡിനെയാണോ? എന്തിനാണ് നീ അവനെ അങ്ങനെ വിളിക്കുന്നത്? കുട്ടിക്കാലം മുതൽക്കേ അവൻ രണ്ടാമത്തെ മകൻ എന്നാണ് അറിയപ്പെടുന്നത്, മറ്റേയാൾ അക്ഷമയോടെ പറഞ്ഞു. അവൻ വളരെ തന്ത്രശാലിയാണ് ഗിൽഡർ, അതൊരിക്കലും മറക്കരുത്. ഞാനൊരു കപടനാണെന്നും ലെസ്ലിയുടെ സ്വത്ത് വെറുമൊരു കെട്ടുകഥയാണെന്നും അവൻ സംശയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചില സമയങ്ങളിൽ അവൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ സ്വത്ത് വെറുമൊരു കെട്ടുകഥയാണോ? ഗിൽഡർ ചോദിച്ചു. അവന്റെ കൂടെയുള്ളയാൾ അവനെ കൗശലത്തോടെ നോക്കി. എന്റെ സുഹൃത്തെ, അത് നിനക്കറിയേണ്ടതാണ്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി നമ്മൾ ആ പണം കൊണ്ടാണ് ജീവിക്കുന്നത്. മോണ്ടെ കാർലോയിലെ ചൂതാട്ട കേന്ദ്രങ്ങൾ അതിൽ നല്ലൊരു ഭാഗം തട്ടിയെടുത്തു. എനിക്കറിയാവുന്ന പല ബുക്ക് മേക്കർമാരും ആ പണം കൊണ്ട് മനോഹരമായ വില്ലകൾ പണിതു. അതൊരു കെട്ടുകഥയാണ്. 10 വർഷം മുമ്പ് അതൊരു കെട്ടുകഥയായിരുന്നില്ല. അത് 2 ലക്ഷം പൗണ്ട് കുറവുള്ളൊരു കെട്ടുകഥയായിരുന്നു. പക്ഷെ ഇന്ന്? അദ്ദേഹം കൈകൾ വിരിച്ചുപിടിച്ച് ഒരു വിചിത്രമായ പുഞ്ചിരിയോടെ കോടതി രേഖകളിലേക്ക് നോക്കി. ചെൽഫോർഡിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ കൈവശം പണമില്ലല്ലോ, ഗിൽഡർ ചോദിച്ചു. മിസ്റ്റർ ഗൈൻ ഒന്ന് ചിരിച്ചു. ചെൽഫോർഡിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുന്നതിനോ ഉള്ള ചിലവിലേക്കും ബുദ്ധിമുട്ടിലേക്കും കടക്കുന്നതിനു മുമ്പും, ലെസ്ലിയെയും അദ്ദേഹത്തെയും തമ്മിൽ അടുപ്പിക്കുന്നതിനു മുമ്പും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഞാൻ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്ന് നിനക്കുറപ്പിക്കാം. അദ്ദേഹം താരതമ്യേന ദരിദ്രനാണ്, കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ എസ്റ്റേറ്റുകളൊന്നും വിൽക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന് കുടുംബപരമായ ഒരു വാശിയുണ്ട്. ഉറച്ചു നിൽക്കുക എന്നതാണ് അവരുടെ മുദ്രാവാക്യം. കുഴിച്ചിട്ടിരിക്കുന്ന നിധി മാറ്റി നിർത്തിയാൽ ഹാരി ചെൽഫോർഡിന് ഏകദേശം 2.5 ലക്ഷം പൗണ്ടിന്റെ ആസ്തിയുണ്ട്. ഇത് കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു. ഒരു പരിധിവരെ നീ ഭാഗ്യവാനായിരുന്നു, ഗിൽഡർ ഗൗരവത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിരുന്നു. ഈ സമയത്ത് ചില കത്തുകളിൽ ഒപ്പിടാനായി ഒരു ക്ലർക്ക് അകത്തേക്ക് വന്നു. അവൻ പോയതിനുശേഷം ഗിൽഡർ ചോദിച്ചു, നിന്റെ സഹോദരി ഇപ്പോഴും താനൊരു കോടീശ്വരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൾക്ക് ആ തോന്നലുണ്ട്, മറ്റേയാൾ ശാന്തനായി മറുപടി നൽകി. തീർച്ചയായും അവൾ അങ്ങനെയാണ് കരുതുന്നത്. ലെസ്ലി ഇത്തരമൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അദ്ദേഹം തന്റെ മുന്നിലുള്ള വെള്ളി തളികയിൽ നിന്ന് ഒരു പേനയെടുത്ത് മഷിയിൽ മുക്കി. ഒരു കടലാസ് അടുത്തേക്ക് വലിച്ച് ചില കണക്കുകൾ കുറിച്ചു. 6000 പൗണ്ട് എന്നത് വലിയൊരു തുകയാണ്, അദ്ദേഹം പറഞ്ഞു. ഡ്രെയ്റ്റൺ ഹാൻഡിക്യാപ്പിൽ ബ്ലാക്ക് സാറ്റിൻ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടപ്പോൾ എനിക്കതിന്റെ 3 ഇരട്ടി തുക നഷ്ടമായി. വിവാഹം വേഗത്തിൽ നടത്തുക എന്നതു മാത്രമാണ് ഇനി ചെയ്യാനുള്ള ഏക വഴി. യോർക്ക്ഷയറിലെ സ്വത്തിന്റെ കാര്യമോ? മാനേജിംഗ് ക്ലർക്ക് ചോദിച്ചു. ആർത്തർ ഗെയിൻ മുഖം ചുളിച്ചു. അത് വാങ്ങാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. അതിലൂടെ എനിക്ക് 20,000 പൗണ്ട് ലാഭമുണ്ടാക്കാമായിരുന്നു. അവിടെ ധാരാളം കൽക്കരിയുണ്ടെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ രണ്ടാമത്തെ മകൻ അതിലിടപെട്ടു. അവനെ ദൈവം ശപിക്കട്ടെ. അവിടെ ദീർഘനേരം നിശബ്ദത പടർന്നു. നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഗിൽഡർ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ആകെ കുഴപ്പത്തിലാണ്. ആർത്തർ ഗെയിൻ പേന താഴെയിട്ടു. എന്നെപ്പോലെ സെൻസിറ്റീവായ ഒരാൾക്ക് ഈ സാഹചര്യം വലിയൊരു പീഡനമാണ്. നിനക്കെന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? എനിക്ക് 5 മിനിറ്റ് സമയം തരൂ, ഗിൽഡർ പറഞ്ഞു പുറത്തേക്ക് പോയി. ഗിൽഡർ തന്റെ ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ക്ലർക്ക് അദ്ദേഹത്തിന് ഒരു കത്ത് നൽകി. അത് അദ്ദേഹത്തിന്റെ നേരിൽ വ്യക്തിപരമായി വന്നതായിരുന്നു. അക്ഷരങ്ങൾ അത്ര വ്യക്തമായിരുന്നില്ല. തന്റെ ഓഫീസിലെ മേശയ്ക്ക് പിന്നിലിരുന്ന് അദ്ദേഹം ആ കവർ തുറന്നു. ആമുഖമൊന്നുമില്ലാതെയാണ് കത്ത് തുടങ്ങുന്നത്. പ്രഭു ഇപ്പോഴും ആ നിധിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പഴയ പുസ്തകം ലഭിച്ചു. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന ഒരു ജർമ്മൻകാരൻ എഴുതിയതാണത്. പഴയ ഇംഗ്ലീഷ് പോലെയുള്ള വിചിത്രമായ അച്ചടിയായതിനാൽ എനിക്കതിന്റെ പേര് വായിക്കാൻ കഴിയുന്നില്ല. ലണ്ടനിലെ ഒരു പുസ്തക വ്യാപാരിയിൽ നിന്ന് ഫോസവേ മാനറിന്റെ ഒരു പ്ലാനും പ്രഭുവിന് ലഭിച്ചിട്ടുണ്ട്. പ്രഭുവിന്റെ സഹോദരൻ മിസ്റ്റർ ആൽഫോർഡ് റെഡ് ഫാം മിസ്റ്റർ ലിയോനാർഡിന് 3500 പൗണ്ടിന് വിറ്റു. ഇവിടെ മിസ്റ്റർ ഗിൽഡർ പുഞ്ചിരിച്ചു. മിസ് ഗെയിൻ ഇന്നലെ പ്രഭുവിനോടും മിസ്റ്റർ ആൽഫോർഡിനോടുമൊപ്പം ചായ കുടിക്കാൻ വന്നിരുന്നു. അതിനുശേഷം മിസ് ഗെയിനും പ്രഭുവും കൂടി പാർക്കിൽ നടക്കാൻ പോയി. പഴയ ആബിക്ക് സമീപം കറുത്ത മഠാധിപതിയെ കണ്ടതായി സംസാരമുണ്ട്. പ്രഭുവിന്റെ കാലിത്തൊഴുത്തു നോക്കുന്ന എൽവിന്റെ മകനായ തോമസ് എൽവിനാണ് അദ്ദേഹത്തെ കണ്ടത്. അവൻ അല്പം ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായതിനാൽ ആരും അത് കാര്യവാക്കിയില്ല. എന്നാൽ ഇപ്പോൾ പലചരക്ക് വ്യാപാരിയായ മിസ്റ്റർ കാർട്ട്റൈറ്റും അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു. പ്രഭുവിന്റെ യോർക്ക്ഷയർ എസ്റ്റേറ്റ് വാങ്ങാൻ ഒരാൾ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ കൽക്കരിയുണ്ടെന്ന് ഉറപ്പുള്ളതിനാൽ അത് വിൽക്കരുതെന്ന് മിസ്റ്റർ ആൽഫോർഡ് ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു.
തന്റെ യജമാനന്റെ പദ്ധതി എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി ഗിൽഡർ തലയാട്ടി. ഞാൻ ലൈബ്രറിയിലേക്ക് ചായ കൊണ്ടുപോയപ്പോൾ വിവാഹം ഒക്ടോബറിൽ നടത്തണമെന്ന് പ്രഭു പറയുന്നത് കേട്ടു. എന്നാൽ ക്രിസ്മസിന് ശേഷം മതിയെന്നാണ് മിസ് ഗെയിൻ പറഞ്ഞത്. താൻ തിരക്കിലായതുകൊണ്ട് അതിൽ കുഴപ്പമില്ലെന്ന് പ്രഭു പറഞ്ഞു. വിവാഹ ഉടമ്പടി പഴയ ലോർഡ് ചെൽഫോർഡിന്റെ വക്കീലന്മാരായ സാംസൺ ആൻഡ് ഹോവാർഡ് തീരുമാനിക്കണമെന്ന് മിസ്റ്റർ ആൽഫോർഡ് പറഞ്ഞു. എന്നാൽ ആ കാര്യങ്ങൾ മിസ്റ്റർ ഗെയിൻ തന്നെ നോക്കട്ടെ എന്നാണ് പ്രഭു പറഞ്ഞത്. മിസ്റ്റർ ആൽഫോർഡ് എന്നോട് പുറത്തുപോകാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പ്രഭുവിന്റെ സെക്രട്ടറിയായിരുന്ന മിസ് വെന്നർ ഇന്നലെ ലണ്ടനിൽ നിന്നു വന്നിരുന്നു. എന്നാൽ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് മിസ്റ്റർ ആൽഫോർഡ് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രഭു അവരെ കണ്ടില്ല. മിസ്റ്റർ ഫാബ്രിയൻ ഗിൽഡറുടെ ചാരൻ താൽപ്പര്യമില്ലാത്ത മറ്റു ചില ചെറിയ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആ കത്ത് വീണ്ടും വായിച്ചു. അത് പോക്കറ്റിലിട്ടു. 5 മിനിറ്റോളം തന്റെ മേശയിൽ ജോലിയിൽ മുഴുകി. അദ്ദേഹം തിരിച്ചുവരുമ്പോൾ തന്റെ യജമാനൻ തലയിൽ കൈവച്ച് മേശയിലേക്ക് ചാരിയിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരു കഷ്ണം കടലാസ് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. ഇതെന്താണ്? ഗെയിൻ ഞെട്ടലോടെ ചോദിച്ചു. 7000 പൗണ്ടിന്റെ 6 മാസത്തെ ബില്ല്. ഒരു ഭാഗ്യത്തിനു വേണ്ടി ഞാൻ 1000 പൗണ്ട് അധികം ചേർത്തിട്ടുണ്ട്, ഗിൽഡർ ശാന്തനായി പറഞ്ഞു. ഗെയിൻ ആ രേഖ വേഗത്തിൽ വായിച്ചു. അതൊരു ബില്ലായിരുന്നു. അത് പണമാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെയും ചെൽഫോർഡ് പ്രഭുവായ ഹാരിയുടെയും ഒപ്പുമാത്രം മതിയായിരുന്നു. എനിക്കിത് ചെയ്യാൻ ധൈര്യമില്ല, എനിക്കിതിന് കഴിയില്ല. ഇതൊരു ബില്ലാണെന്ന് അവനോട് എന്തിനാണ് പറയുന്നത്? ഗിൽഡർ ചോദിച്ചു. നിനക്ക് അവൻ തനിച്ചു കിട്ടുമ്പോൾ എന്തെങ്കിലും കഥ മെനയാം. നിനക്ക് നല്ല ഭാവനയുണ്ടല്ലോ. നിന്റെ സഹോദരിയുടെ ചില സ്വത്തുകൾ വിട്ടുകിട്ടാൻ അവന്റെ ഒപ്പ് വേണമെന്ന് അവനോട് പറയുന്നതാകും നല്ലത്. ഒരിക്കൽ ആ ബില്ലിനു പിന്നിൽ അവന്റെ പേര് വന്നു കഴിഞ്ഞാൽ... ആർത്തർ ഗെയിൻ പെട്ടെന്ന് തലയുയർത്തി നോക്കി. ഈ ഒഴിക്കഴിവ് നിർദ്ദേശിക്കപ്പെട്ടത് വെറുമൊരു യാദൃശ്ചികതയാണോ? ആ മുഖ്യ ക്ലർക്കിന്റെ മുഖത്ത് അങ്ങനെയൊന്നും തോന്നിപ്പിക്കുന്ന ഭാവങ്ങളില്ലായിരുന്നു. പക്ഷേ ഇതിന്റെ കാലാവധി തീരുമ്പോഴോ? തന്റെ കയ്യിലിരിക്കുന്ന രേഖ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അയാൾ ശങ്കയോടെ ചോദിച്ചു. 6 മാസത്തിനുള്ളിൽ അവന്റെ വിവാഹം കഴിയും. അപ്പോഴേക്കും നിന്റെ അവസ്ഥ മെച്ചപ്പെട്ടില്ലെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ഈ തുക അടയ്ക്കേണ്ടിവരും, അല്ലെങ്കിൽ ഈ കാര്യം രഹസ്യമായി ഒതുക്കി തീർക്കേണ്ടിവരും. ആ 2 മനുഷ്യരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. എന്റെ യുവസുഹൃത്തെ, നീ തകർച്ചയുടെ വക്കിലാണ്, ഗിൽഡർ പറഞ്ഞു. എനിക്കതിൽ വലിയ ആശങ്കയുണ്ട്. നീ തകർന്നാൽ എന്റെ ഉപജീവനമാർഗവും ഇല്ലാതാകും. ഇതെത്രത്തോളം സത്യമാണെന്ന് ഒരു കൈപ്പേറിയ ദിവസം ആർത്തർ മനസ്സിലാക്കി. എന്നേക്കാൾ കൂടുതൽ ലാഭം ഇതിൽ നിന്ന് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ബില്ലിന് കുറുകെ ഒരു ബാങ്കിന്റെ പേരെഴുതിക്കൊണ്ട് അയാൾ പിറുപിറുത്തു. ഞാൻ നിന്നേക്കാൾ കുറച്ചേ ചിലവാക്കുന്നുള്ളൂ. എനിക്ക് പണം കിട്ടുമ്പോൾ അതെങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്കറിയാം. നിനക്ക് തന്നെ ഈ തുക കണ്ടെത്താവുന്നതേയുള്ളൂ, തമാശ രൂപേണ തന്റെ യജമാനൻ പറഞ്ഞു. എനിക്ക് സാധിക്കും, ഗിൽഡർ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റേതെങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം. നിനക്ക് പണം കടം കൊടുക്കുന്നത് ഒരു നല്ല നിക്ഷേപമായി എനിക്ക് തോന്നുന്നില്ല. അയാൾ മുറിയിൽ നിന്ന് പുറത്തുപോയി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചുവന്നു. വാതിൽ ശ്രദ്ധയോടെ അടച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. നിനക്ക് മിസ് വെന്നറെ അറിയാമോ? മിസ്റ്റർ ഗെയിൻ നെറ്റിച്ചുളിച്ചു. അറിയാം. അവൾക്കെന്താണ് വേണ്ടത്? അടിയന്തരമായ ഒരു വ്യക്തിപരമായ കാര്യത്തിന് നിങ്ങളെ കാണണമെന്നവൾ പറയുന്നു. അവൾ നിന്റെ കൂട്ടുകാരിലൊരാളാണോ? ആർത്തർ തലയാട്ടി. അല്ല, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അവൾ ചെൽഫോർഡിന്റെ സെക്രട്ടറിയായിരുന്നു. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് ചോദിച്ചുകൂടെ? ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യമാണെന്നാണ് അവൾ പറയുന്നത്. നിനക്കവളെ കാണണോ? എനിക്ക് വേണമെങ്കിൽ അവളെ തടഞ്ഞു നിർത്താം. ആർത്തർ കുറച്ചുനേരം ആലോചിച്ചു. അവൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടാകാം. അവളോട് അകത്തേക്ക് വരാൻ പറയൂ, അയാൾ പറഞ്ഞു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മേരി വെന്നർ മുറിയിലേക്ക് വരികയും പരിചിതമായ രീതിയിൽ തലയാട്ടി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ശരി മോളെ, ഇതൊരു അപ്രതീക്ഷിത സന്തോഷമാണല്ലോ. ഓരോ തവണ കാണുമ്പോഴും നീ കൂടുതൽ സുന്ദരിയായി വരികയാണല്ലോ. അവൾ ആ പുകഴ്ത്തൽ തന്റെ അവകാശമായി സ്വീകരിച്ചുകൊണ്ട് അയാളുടെ മേശയുടെ അരികിലിരുന്നു. ഞാൻ ഫോസവേ വരെ പോയിരുന്നു ആർത്തർ, അവൾ പറഞ്ഞു. വികൃതിക്കുട്ടി, അയാൾ പുഞ്ചിരിച്ചു. പക്ഷെ ആ ബന്ധമെല്ലാം അവസാനിച്ചുവെന്നാണ് ഞാൻ കരുതിയത്. നീ മര്യാദയ്ക്ക് നടക്കണം മേരി. ചെൽഫോർഡിന്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത് ഗംഭീരമായി. എനിക്കത് അത്ഭുതമൊന്നുമില്ല. ഞാൻ ഫോസവയിലുണ്ടായിരുന്നപ്പോൾ തന്നെ നിങ്ങളതിനായി ശ്രമിക്കുന്നത് കണ്ടിരുന്നു. അവൾ മേശയിൽ നിന്ന് താഴെയിറങ്ങി തന്റെ 2 കൈകളും അയാളുടെ തോളിൽ വെച്ചു. ആർത്തർ, എനിക്ക് ടൈപ്പിംഗ് പണി മടുത്തു. ആ ക്രൂരനായ ഡിക്ക് ആൽഫോർഡിനോട് പകരം വീട്ടാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു.
ഒരു പുരുഷനോട് വിവാഹാഭ്യർത്ഥന നടത്തിയതിന് എന്നെ ഒരിക്കൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ രണ്ടാമതൊരവസരം കൂടി നോക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല കൂട്ടുകാരായിരുന്നല്ലോ ആർത്തർ. അയാൾ പരിഭ്രമത്തോടെ എന്തോ പിറുപിറുത്തു. കേൾക്കൂ, നല്ലൊരവസരം പാഴാക്കരുത്. നിനക്ക് എന്നെ വിവാഹം കഴിക്കാം. നിന്റെ സഹോദരി ഹാരി ആൽഫോർഡിന് നൽകുന്നതിനേക്കാൾ വലിയൊരു സ്ത്രീധനം ഞാൻ നിനക്ക് തരാം. അയാൾ അവളെ തുറിച്ചുനോക്കി. നീയോ? സ്ത്രീധനമോ? അയാൾ വിക്കി. അവൾ സാവധാനം തലയാട്ടി. എന്നെ വിവാഹം കഴിക്കൂ. 15 ടൺ സ്പാനിഷ് സ്വർണം ഇരിക്കുന്നയിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ചെൽസോട്ട് നിധി 25 ലക്ഷം പൗണ്ട്. അധ്യായം 8. 15 ടൺ സ്വർണം, 25 ലക്ഷം പവൻ. ആർത്തർ ഗൈൻ അവിശ്വസനീയതയോടെ ആ പെൺകുട്ടിയെ നോക്കി. എന്നാൽ അവൾ വെറുതെ ഒരു കാര്യം പറയുകയായിരുന്നില്ല. അവൾ പറയുന്നത് അവൾ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവളുടെ ചുവന്ന മുഖത്തുനിന്നും തിളങ്ങുന്ന കണ്ണുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. 15 ടൺ സ്വർണമോ? അയാൾ ഒരേ സമയം നെറ്റിച്ചുളയ്ക്കുകയും ചിരിക്കുകയും ചെയ്തു. നിനക്ക് വട്ടാണ് മേരി. എനിക്ക് വട്ടാണെന്നോ? അവൾ ആവേശത്തോടെ തലയാട്ടി. ഓ, തീർച്ചയായും നിങ്ങൾ അങ്ങനെ കരുതുമെന്നെനിക്കറിയാം. പക്ഷെ അധികകാലം നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ ചെൽഫോർഡ് നിധി കണ്ടെത്തിക്കഴിഞ്ഞു. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അയാൾ തന്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ അമ്പരന്ന കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെയായിരുന്നു. ആ നിമിഷം അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അസംബന്ധം. ഒടുവിൽ അയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. ചെൽഫോർഡ് നിധി എന്നൊന്നുമില്ല. ഹാരി ആൽഫോർഡിനൊപ്പം ഇത്രയും കാലം ഒരേ വീട്ടിൽ താമസിച്ചത് നിന്നെയും അയാളെപ്പോലെ ഭ്രാന്തിയാക്കിയിരിക്കുന്നു. അവൾ സാവധാനം മേശയ്ക്കടുത്തേക്ക് നടന്നു. കൈപ്പത്തികൾ മേശയുടെ അരികിൽ അമർത്തിപ്പിടിച്ച് അയാളുടെ നേരെ കുനിഞ്ഞു. നിങ്ങളങ്ങനെയാണോ കരുതുന്നത്? അവൾ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ 3 വർഷം ലോർഡ് ചെൽഫോർഡിന്റെ സെക്രട്ടറിയായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ഈ നിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നത് സത്യമാണ്. പഴയ ലിപിയിലുള്ള പുസ്തകങ്ങൾ കാണുന്നതുപോലും ഇപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഞാൻ പഠിച്ച ഫോസഡേ മാനറിന്റെ പ്ലാനുകൾ, അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. ആർത്തർ, 3 വർഷം ഞാൻ ഈ നിധിക്കൊപ്പമാണ് ജീവിച്ചത്. ചിലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് അലറി വിളിക്കാൻ തോന്നുമായിരുന്നു. ഡിക്ക് ആൽഫോർഡ് ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലണ്ടനിൽ നിന്ന് കുറെ പ്ലാനുകൾ വന്നു. ചെൽഫോർഡ് ബറിയെക്കുറിച്ചോ ഫോസവേ മാനറിനെക്കുറിച്ചോ കിട്ടുന്ന എന്തിനും ഹാരി ഒരു പഴയ പുസ്തക കച്ചവടക്കാരന് ഓർഡർ നൽകിയിരുന്നു. അന്ന് രാവിലെ ഹാരി നഗരത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പഴയ കടലാസുകൾ അടുക്കിവയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിലെ 3ാമത്തെ കടലാസിൽ എന്റെ കണ്ണു തള്ളിച്ച ഒരു കാര്യം ഞാൻ കണ്ടു. അതെന്തായിരുന്നു? ആർത്തർ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. അവളൊരു ശാന്തമായ ചിരിയോടെ അയാളെ നോക്കി. അത് ഞാൻ പറയുന്നതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്, അവൾ പറഞ്ഞു. ആർത്തർ, ഞാനിത് നിങ്ങൾക്ക് നൽകിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിഹിതം നൽകിയാൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? ആർത്തർ അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്കെനിക്ക് 10 ലക്ഷമോ 5 ലക്ഷമോ തരാൻ കഴിയുമെങ്കിൽ, അയാൾ സാവധാനം പറഞ്ഞു, നീ ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീയാണെങ്കിൽ പോലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അല്ലാതെ നീ ഇപ്പോൾ ഇരിക്കുന്നതുപോലെ സുന്ദരിയായ ഒരു മാലാഖയായതുകൊണ്ടല്ല. ആ പുകഴ്ത്തലൊക്കെ നമുക്ക് പിന്നെയാകാം, അവൾ പ്രായോഗികമായി പറഞ്ഞു. അവൾ തന്റെ ഹാൻഡ് ബാഗ് തുറന്ന് ഒരു കടലാസ് പുറത്തെടുത്തു. അയാൾ വലിയ താൽപ്പര്യത്തോടെ അത് നോക്കി. ചെൽഫോർഡ് നിധിയുടെ രഹസ്യം എഴുതിവെച്ച കടലാസായിരിക്കും അതെന്ന് അയാൾ കരുതിയെങ്കിൽ അയാൾക്ക് തെറ്റി. എനിക്ക് നിയമത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കടലാസ് നിവർത്തി അയാളുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മേരി പറഞ്ഞു. പക്ഷേ ഇത് 2 പേർക്കും ബാധകമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. അയാൾ മുഖം ചുളിച്ചുകൊണ്ട് ആ കടലാസ് എടുത്ത് വായിച്ചു. ചെൽഫോർഡ് നിധിയുടെ പകുതി ലഭിക്കുന്നതിനു പകരമായി സസക്സിലെ ചെൽഫോർഡ് ബറിയിലുള്ള വില്ലോ ഹൌസിലെ ആർത്തർ ഗെയിനായ ഞാൻ നിധി കണ്ടെത്തി വിഭജിച്ച് 1 മാസത്തിനുള്ളിൽ മേരി ആഗ്നസ് വെന്നറെ വിവാഹം കഴിക്കുമെന്ന് ഇതിനാൽ സമ്മതിക്കുന്നു. ഇത് ശരിയല്ലേ? അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അയാൾ കടലാസ് താഴെ വെച്ചു. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, അയാൾ തന്റെ പതിവ് ശൈലിയിൽ പറഞ്ഞു തുടങ്ങി. കേൾക്കൂ ആർത്തർ, അവൾ മേശയുടെ അരികിലിരുന്നു. ഇത് അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയേണ്ട സമയമാണ്. എനിക്ക് നിങ്ങളോട് പ്രണയമില്ല, നിങ്ങൾക്കും എന്നോടും. പക്ഷേ എനിക്കൊരു വീടും പദവിയും വേണം. ഞാനൊരു വലിയ തറവാടിയായിരിക്കില്ല, പക്ഷേ മാന്യമായി പെരുമാറാൻ എനിക്കറിയാം. തെറ്റുകൾ വരുത്താതെ ജീവിക്കാൻ വലിയ ആളുകൾക്കൊപ്പം ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി അതെ എന്നാണോ അതോ അല്ല എന്നാണോ? ആർത്തർ വീണ്ടും ആ കടലാസിലേക്ക് നോക്കി. നിനക്ക് തോന്നുന്നുണ്ടോ, അയാൾ ചോദിച്ചു, ഈ ചെൽഫോർഡ് നിധി വീതം വയ്ക്കാൻ എനിക്കോ നിനക്കോ അവകാശമുണ്ടെന്ന്? അത് ലോർഡ് ചെൽഫോർഡിനും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും അവകാശപ്പെട്ടതല്ലേ? ഇതൊരു നിധിശേഖരമാണ്, അവൾ പറഞ്ഞു. എനിക്ക് ഈ രാജ്യത്തെ നിയമമറിയാം. കാരണം ഹാരിയുമായി ഞാൻ ഇതിനെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. 100 കണക്കിന് വർഷങ്ങളായി ഒളിപ്പിച്ചുവെച്ച നിധി കണ്ടെത്തിയാൽ അത് സർക്കാരും കണ്ടെത്തിയ ആളും തമ്മിൽ വീതം വെക്കണം.
അയാൾ ഒരു ചിരിയോടെ തലയാട്ടി. നമ്മുടെ മേരി ഒരു വക്കീലായല്ലോ, അയാൾ തമാശയായി പറഞ്ഞു. നിനക്ക് തെറ്റിപ്പോയി മോളെ. പണത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമേ അത് നടക്കൂ. ഈ കാര്യത്തിൽ നിധി ചെൽഫോർഡിന്റേതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവളുടെ മുഖം വാടുന്നത് കണ്ടപ്പോൾ അയാൾ തുടർന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമുണ്ടാകുമെന്നെനിക്ക് തോന്നുന്നില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. നമുക്കൊരിക്കലുമില്ലാത്ത ഒന്ന് നമുക്ക് നഷ്ടപ്പെടില്ലല്ലോ, അല്ലേ? അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം ഇട്ടു. അത് ഹാരിയുടേതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അയാൾ എന്നോട് പെരുമാറിയ രീതിയും ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരി, അയാൾ അവളെ ശാന്തയാക്കാൻ പറഞ്ഞു. നമുക്ക് ഹാരിയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. ഒരേയൊരു ചോദ്യം ഇതാണ്, നീ ശരിക്കും നിധി കണ്ടെത്തിയോ? അവൾ തലയാട്ടി. നീ അത് നേരിട്ട് കണ്ടോ? ഇല്ല, അവൾ ഒന്നും അടിച്ചു. ഞാനത് കണ്ടില്ല, എനിക്കതിന് സമയം കിട്ടിയില്ല. പക്ഷേ ഒരഴികൾക്കിടയിലൂടെ ഞാൻ ആ പെട്ടികൾ കണ്ടു. വാതിൽ പൂട്ടിയിരുന്നു. ഞാൻ ആകെ ആവേശത്തിലായതുകൊണ്ട് പുറത്തിറങ്ങിയൊന്ന് നടന്നു. അപ്പോഴാണ് ഡിക്ക് ആൽഫോർഡ് എന്നെ കണ്ടത്. ആർഥർ ആശയക്കുഴപ്പത്തിലായി. അയാൾക്ക് ഈ പെൺകുട്ടിയെ നന്നായി അറിയാമായിരുന്നു. അവൾ ചെൽഫോർഡിന്റെ സെക്രട്ടറിയായിരുന്ന കാലം മുതൽ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവൾ അയാൾക്ക് വലിയ സഹായവുമായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. നീ എവിടെയാണ് ഈ നിധി കണ്ടത്? എപ്പോഴാണ് കണ്ടത്? എപ്പോഴാണെന്ന് ഞാൻ പറയാം. 2 ദിവസം മുമ്പ് ഞാനത് കണ്ടു, അവൾ പറഞ്ഞു. അവൾ ഫോസവേ മാനറിൽ താമസിച്ചിരുന്ന കാലത്തെ കാര്യമാണ് പറയുന്നതെന്ന് കരുതിയ ആർഥർ അത് കേട്ട് അത്ഭുതപ്പെട്ടു. 2 ദിവസം മുമ്പോ? അയാൾ ഞെട്ടിപ്പോയി. 2 ദിവസം മുമ്പ്, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി എവിടെയാണെന്ന കാര്യം, അത് പറയുന്നതിനു മുമ്പ് മറ്റൊരു കാര്യം തീരുമാനിക്കാനുണ്ട് ആർഥർ. നിങ്ങൾ ആ കരാറിൽ ഒപ്പിടുമോ? അയാൾ വീണ്ടും ആ കടലാസിലേക്ക് നോക്കി. നിയമത്തിലുള്ള അറിവും തന്നെ കുടുക്കുന്ന ഒരു രേഖയിലും ഒപ്പിടാൻ പാടില്ലെന്ന സ്വാഭാവികമായ തോന്നലും കാരണം അയാൾ ഒന്നും മടിച്ചു. അതേ അല്ലെങ്കിൽ അല്ല, അത്രേ എനിക്കറിയേണ്ടൂ. അയാളുടെ മനസ്സ് വായിച്ചെന്ന പോലെ അവൾ പറഞ്ഞു. നിങ്ങൾക്ക് കാര്യമായി താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ വെറുതെ സമയം കളയാനില്ല. ഞാനിത് ഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും. ഒരുപക്ഷെ ഈ സ്വർണം അയാൾക്ക് കിട്ടിയാൽ അയാൾ എനിക്ക് അർഹമായത് തന്നേക്കും. അയാൾ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ആ കടലാസ് എടുത്ത് മടക്കി തന്റെ ബാഗിലിട്ടു. എന്തിനാണിത്ര ധൃതി? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. മേരി, ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ നീ എന്നോട് പറയുന്നത് ഭ്രാന്താണ്. നീ എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ശുദ്ധമായ കവർച്ചയാണ്. അതിൽ നിന്നെ സഹായിക്കാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. എല്ലാത്തിനുമുപരി അയാൾ തോളുകളൊന്നു കുലുക്കി. നിന്റെ മനസാക്ഷി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വിടാം, അവൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു പുരുഷന്റെ പിന്നാലെ നടന്ന് സ്വയം തരം താഴുന്ന പെങ്ങല്ല ഞാനിത് ഹാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അവന്റെ മനസാക്ഷിക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് നോക്കട്ടെ. അവൾ പോകാനായി തിരിഞ്ഞു. പക്ഷെ വാതിലിനടുത്തെത്തുന്നതിനു മുമ്പ് അയാൾ അവളെ തടഞ്ഞു. വിഡ്ഢിത്തം കാണിക്കാതെ, അനാവശ്യമായി വാശി പിടിക്കരുത്. അയാൾ അല്പം അസ്വസ്ഥനായിരുന്നു. നീ ചോദിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ നൽകുന്നതും വലിയൊരു കാര്യമാണ്, അവൾ അക്ഷമയോടെ പറഞ്ഞു. 2.5 മില്യൺ പൗണ്ട്, അതൊരു ചെറിയ തുകയല്ല. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി പിന്നിലേക്ക് വലിച്ചു. ഇരിക്കൂ, വിഡ്ഢിയാകാതിരിക്കൂ, അയാൾ പറഞ്ഞു. നാളെ തന്നെ നിന്നെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലുപരി പണത്തിൽ ഇപ്പോഴത്തെ അത്രയും മധുരം എനിക്കിതിനു മുമ്പ് തോന്നിയിട്ടില്ലെന്നുകൂടി ഞാൻ പറയാം. നീ ആ കുറിബർ ഒപ്പിടുമോ? നിധി ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ബാധ്യതകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാൾ അത് വേഗത്തിൽ വായിച്ചു നോക്കി. അവൾ സംശയത്തോടെ നോക്കി നിൽക്കെ ഒരു പേനയെടുത്ത് ചെറിയൊരു തിരുത്തൽ വരുത്തി. അയാൾ ആവേശത്തോടെ ഒപ്പിട്ടു. നീ ആ കടലാസിൽ എന്താണ് എഴുതി ചേർത്തത്? അവൾ ചോദിച്ചു. ആർതർ ഗെയിനിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി, അയാൾ ഒരു കൗതുകച്ചിരിയോടെ പറഞ്ഞു. ഈ രേഖയിൽ പറയുന്നതിങ്ങനെയാണ്: എന്റെ കക്ഷിയായ ലോർഡ് ചെൽഫോർഡിനു വേണ്ടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി, അങ്ങനെ പലതും. ആദ്യം അവൾക്കത് മനസ്സിലായില്ല. പിന്നീട് അവളുടെ മുഖത്ത് പതുക്കെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് മനസ്സിലായി, അവൾ തലയാട്ടി. അതായത് എന്തെങ്കിലും പുറത്തറിഞ്ഞാൽ നീ നിനക്ക് വേണ്ടിയല്ല അയാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് വരും. ആർതർ, നീ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ആർതർ ഗെയിൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ജനാക്കൽ കൊണ്ടുപോയി. താഴെ റോഡിലൂടെ വാഹനങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു വലിയ ലോറി അയാളുടെ കണ്ണിൽപ്പെട്ടു. അതിന്റെ വശത്ത് 5 ടൺ എന്നെഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു. ചെൽഫോർഡ് നിധി മാറ്റാൻ ഇങ്ങനെയുള്ള 3 ലോറികൾ വേണ്ടിവരുമെന്ന് അയാൾ ചിന്തിച്ചു. ഒരു നിമിഷം അയാളുടെ തല കറങ്ങി. ചെൽഫോർഡ് നിധിയിലെ ആദ്യത്തെ സ്വർണ്ണക്കട്ടി കയ്യിലെടുക്കുമ്പോൾ ഞാൻ എത്ര മിടുക്കനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവസാനത്തേത് കൈകാര്യം ചെയ്തു കഴിയുമ്പോൾ നിനക്കും മനസ്സിലാകും. ഇതിൽ 2 മില്യൺ ഉണ്ട്. ഇനി പറയൂ, ഈ സ്വർണം എവിടെയാണ്? അവൾ ഒരു നിമിഷം അയാളെ നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചെൽഫോർഡ് ആബിയുടെ ഭൂഗർഭാരകളിൽ. ഒരു നിമിഷം ഇരുവരും ഒന്നും മിണ്ടിയില്ല. പിന്നീട്, മിസ്റ്റർ ഗൈൻ, താങ്കൾക്ക് സഹോദരിയെ കാണണോ? അവരിപ്പോൾ എത്തിയിട്ടേയുള്ളൂ. ആർതർ ഗൈൻ പെട്ടെന്ന് പിരിഞ്ഞു നോക്കി. അയാളുടെ ചുണ്ടുകളിൽ ഒരു ശാപമുണ്ടായിരുന്നു. ഗിൽഡർ നിശബ്ദനായി മുറിയിലേക്ക് കടന്നുവന്നു. അയാളുടെ നിഗൂഢ
അധ്യായം 8 15 ടൺ സ്വർണം 25 ലക്ഷം പവൻ. ആർത്തർ ഗെയിൻ അവിശ്വസനീയതയോടെ ആ പെൺകുട്ടിയെ നോക്കി. എന്നാൽ അവൾ വെറുതെ ഒരു കാര്യം പറയുകയായിരുന്നില്ല. അവൾ പറയുന്നത് അവൾ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവളുടെ ചുവന്ന മുഖത്തുനിന്നും തിളങ്ങുന്ന കണ്ണുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. 15 ടൺ സ്വർണമോ? അയാൾ ഒരേ സമയം നെറ്റിച്ചുളിക്കുകയും ചിരിക്കുകയും ചെയ്തു. നിനക്ക് വട്ടാണ് മേരി. എനിക്ക് വട്ടാണോ? അവൾ ആവേശത്തോടെ തലയാട്ടി. ഓ, തീർച്ചയായും നിങ്ങളങ്ങനെ കരുതുമെന്നെനിക്കറിയാം. പക്ഷേ അധികകാലം നിങ്ങളങ്ങനെ ചിന്തിക്കില്ല. ഞാൻ ചെൽഫോർഡ് നിധി കണ്ടെത്തിക്കഴിഞ്ഞു. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അയാൾ തന്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ അമ്പരന്ന കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെയായിരുന്നു. ആ നിമിഷം അയാൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അസംബന്ധം. ഒടുവിൽ അയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു. ചെൽഫോർഡ് നിധി എന്നൊന്നും ഇല്ല. ഹാരി ആൽഫോർഡിനൊപ്പം ഇത്രയും കാലം ഒരേ വീട്ടിൽ താമസിച്ചത് നിന്നെയും അയാളെപ്പോലെ ഭ്രാന്തിയാക്കിയിരിക്കുന്നു. അവൾ സാവധാനം മേശയ്ക്കടുത്തേക്ക് നടന്നു. കൈപ്പത്തികൾ മേശയുടെ അരികിൽ അമർത്തിപ്പിടിച്ച് അയാളുടെ നേരെ കുനിഞ്ഞു. നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത്? അവൾ ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ 3 വർഷം ലോർഡ് ചെൽഫോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ഈ നിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എന്നത് സത്യമാണ്. പഴയ ലിപിയിലുള്ള പുസ്തകങ്ങൾ കാണുന്നത് പോലും ഇപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഞാൻ പഠിച്ച ഫോസവേ മാനറിന്റെ പ്ലാനുകൾ, അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. ആർത്തർ, 3 വർഷം ഞാൻ ഈ നിധിക്കൊപ്പമാണ് ജീവിച്ചത്. ചിലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് അലറി വിളിക്കാൻ തോന്നുമായിരുന്നു. ഡിക്ക് ആൽഫോർഡ് ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലണ്ടനിൽ നിന്ന് കുറേ പ്ലാനുകൾ വന്നു. ചെൽഫോർഡ് ബരിയെക്കുറിച്ചോ ഫോസവേ മാനറിനെക്കുറിച്ചോ കിട്ടുന്ന എന്തിനും ഹാരി ഒരു പഴയ പുസ്തക കച്ചവടക്കാരന് ഓർഡർ നൽകിയിരുന്നു. അന്ന് രാവിലെ ഹാരി നഗരത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പഴയ കടലാസുകൾ അടുക്കിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിലെ 3ാമത്തെ കടലാസിൽ എന്റെ കണ്ണ് തള്ളിച്ചൊരു കാര്യം ഞാൻ കണ്ടു. അതെന്തായിരുന്നു? ആർത്തർ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. അവളൊരു ശാന്തമായ ചിരിയോടെ അയാളെ നോക്കി. അത് ഞാൻ പറയുന്നതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്, അവൾ പറഞ്ഞു. ആർത്തർ, ഞാനിത് നിങ്ങൾക്ക് നൽകിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിഹിതം നൽകിയാൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? ആർത്തർ അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്കെനിക്ക് 10 ലക്ഷമോ 5 ലക്ഷമോ തരാൻ കഴിയുമെങ്കിൽ, അയാൾ സാവധാനം പറഞ്ഞു, നീ ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീയാണെങ്കിൽ പോലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അല്ലാതെ നീ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ സുന്ദരിയായ ഒരു മാലാഖയായതുകൊണ്ടല്ല. ആ പുകഴ്ത്തലൊക്കെ നമുക്ക് പിന്നെയാകാം, അവൾ പ്രായോഗികമായി പറഞ്ഞു. അവൾ തന്റെ ഹാൻഡ് ബാഗ് തുറന്ന് ഒരു കടലാസ് പുറത്തെടുത്തു. അയാൾ വലിയ താൽപര്യത്തോടെ അത് നോക്കി. ചെൽഫോർഡ് നിധിയുടെ രഹസ്യം എഴുതിവെച്ച കടലാസായിരിക്കും അതെന്ന് അയാൾ കരുതിയെങ്കിൽ അയാൾക്ക് തെറ്റി. എനിക്ക് നിയമത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. കടലാസ് നിവർത്തി അയാളുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മേരി പറഞ്ഞു. പക്ഷെ ഇത് രണ്ടുപേർക്കും ബാധകമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. അയാൾ മുഖം ചുളിച്ചുകൊണ്ട് ആ കടലാസെടുത്ത് വായിച്ചു. ചെൽഫോർഡ് നിധിയുടെ പകുതി ലഭിക്കുന്നതിന് പകരമായി സസെക്സിലെ ചെൽഫോർഡ് ബറിയിലുള്ള വില്ലോ ഹൌസിലെ ആർത്തർ ഗൈനായ ഞാൻ നിധി കണ്ടെത്തി വിഭജിച്ച് 1 മാസത്തിനുള്ളിൽ മേരി ആഗ്നസ് വെന്നറെ വിവാഹം കഴിക്കുമെന്ന് ഇതിനാൽ സമ്മതിക്കുന്നു. ഇത് ശരിയല്ലേ? അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അയാൾ കടലാസ് താഴെ വെച്ചു. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, അയാൾ തന്റെ പതിവ് ശൈലിയിൽ പറഞ്ഞു തുടങ്ങി. കേൾക്കൂ ആർത്തർ. അവൾ മേശയുടെ അരികിലിരുന്നു. ഇത് അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയേണ്ട സമയമാണ്. എനിക്ക് നിങ്ങളോട് പ്രണയമില്ല, നിങ്ങൾക്ക് എന്നോടും. പക്ഷെ എനിക്ക് ഒരു വീടും പദവിയും വേണം. ഞാനൊരു വലിയ തറവാടിയായിരിക്കില്ല, പക്ഷെ മാന്യമായി പെരുമാറാൻ എനിക്കറിയാം. തെറ്റുകൾ വരുത്താതെ ജീവിക്കാൻ വലിയ ആളുകൾക്കൊപ്പം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി അതെ എന്നാണോ അതോ അല്ല എന്നാണോ? ആർത്തർ വീണ്ടും ആ കടലാസിലേക്ക് നോക്കി. നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. ഈ ചെൽഫോർഡ് നിധി വീതം വെക്കാൻ എനിക്കോ നിനക്കോ അവകാശമുണ്ടെന്ന്? അത് ലോർഡ് ചെൽഫോർഡിനും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും അവകാശപ്പെട്ടതല്ലേ? ഇതൊരു നിധിശേഖരമാണ്, അവൾ പറഞ്ഞു. എനിക്ക് ഈ രാജ്യത്തെ നിയമം അറിയാം. കാരണം ഹാരിയുമായി ഞാനിതിനെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. 100 കണക്കിന് വർഷങ്ങളായി ഒളിപ്പിച്ചുവെച്ച നിധി കണ്ടെത്തിയാൽ അത് സർക്കാരും കണ്ടെത്തിയ ആളും തമ്മിൽ വീതം വെക്കണം. അയാൾ ഒരു ചിരിയോടെ തലയാട്ടി. നമ്മുടെ മേരി ഒരു വക്കീലായല്ലോ, അയാൾ തമാശയായി പറഞ്ഞു. നിനക്ക് തെറ്റിപ്പോയി മോളെ. പണത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമേ അത് നടക്കൂ. ഈ കാര്യത്തിൽ നിധി ചെൽഫോർഡിന്റേതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവളുടെ മുഖം വാടുന്നത് കണ്ടപ്പോൾ അയാൾ തുടർന്നു. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. നമുക്കൊരിക്കലും ഇല്ലാത്ത ഒന്ന് നമുക്ക് നഷ്ടപ്പെടില്ലല്ലോ, അല്ലേ? അവൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. അത് ഹാരിയുടേതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അയാൾ എന്നോട് പെരുമാറിയ രീതിയും ഞാൻ അയാൾക്കുവേണ്ടി ചെയ്ത കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരി. അയാൾ അവളെ ശാന്തയാക്കാൻ പറഞ്ഞു. നമുക്ക് ഹാരിയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട.
ഒരേ ഒരു ചോദ്യം ഇതാണ്. നീ ശരിക്കും നിധി കണ്ടെത്തിയോ? അവൾ തലയാട്ടി. നീ അത് നേരിട്ട് കണ്ടോ? ഇല്ല. അവളൊന്നു മടിച്ചു. ഞാനത് കണ്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. പക്ഷേ ഒരഴികൾക്കിടയിലൂടെ ഞാൻ ആ പെട്ടികൾ കണ്ടു. വാതിൽ പൂട്ടിയിരുന്നു. ഞാൻ ആകെ ആവേശത്തിലായതുകൊണ്ട് പുറത്തിറങ്ങിയൊന്ന് നടന്നു. അപ്പോഴാണ് ഡിക്ക് ആൽഫോർഡിനെ കണ്ടത്. ആർത്തർ ആശയപ്പുറപ്പത്തിലായി. അയാൾക്ക് ഈ പെൺകുട്ടിയെ നന്നായി അറിയാമായിരുന്നു. അവൾ ചെൽഫോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവൾ അയാൾക്ക് വലിയ സഹായവുമായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. നീ എവിടെയാണ് ഈ നിധി കണ്ടത്? എപ്പോഴാണ് കണ്ടത്? എപ്പോഴാണെന്ന് ഞാൻ പറയാം. 2 ദിവസം മുമ്പ് ഞാനത് കണ്ടു, അവൾ പറഞ്ഞു. അവൾ ഫോസവേ മാനറിൽ താമസിച്ചിരുന്ന കാലത്തെ കാര്യമാണ് പറയുന്നതെന്ന് കരുതിയ ആർത്തർ അത് കേട്ട് അത്ഭുതപ്പെട്ടു. 2 ദിവസം മുമ്പോ? അയാൾ ഞെട്ടിപ്പോയി. 2 ദിവസം മുമ്പ്, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇനി എവിടെയാണെന്ന കാര്യം അത് പറയുന്നതിനു മുമ്പ് മറ്റൊരു കാര്യം തീരുമാനിക്കാനുണ്ട്. ആർത്തർ, നിങ്ങൾ ആ കരാറിൽ ഒപ്പിടുമോ? അയാൾ വീണ്ടും ആ കടലാസിലേക്ക് നോക്കി. നിയമത്തിലുള്ള അറിവും തന്നെ കുടുക്കുന്ന ഒരു രേഖയിലും ഒപ്പിടാൻ പാടില്ലെന്ന സ്വാഭാവികമായ തോന്നലും കാരണം അയാൾ ഒന്നും മടിച്ചു. അതേ അല്ലെങ്കിലല്ല, അത്രേ എനിക്കറിയേണ്ടൂ. അയാളുടെ മനസ്സ് വായിച്ചെന്ന പോലെ അവൾ പറഞ്ഞു. നിങ്ങൾക്ക് കാര്യമായി താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ വെറുതെ സമയം കളയാനില്ല. ഞാനിത് ഹാരിയുടെ അടുത്തു കൊണ്ടുപോകും. ഒരുപക്ഷേ സ്വർണം അയാൾക്ക് കിട്ടിയാൽ അയാൾ എനിക്ക് അർഹമായത് തന്നേക്കും. അയാൾ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ആ കടലാസ് എടുത്ത് മടക്കി തന്റെ ബാഗിലിട്ടു. എന്തിനാണിത്ര ധൃതി? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. മേരി, ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ നീ എന്നോട് പറയുന്നത് ഭ്രാന്താണ്. നീ എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു ശുദ്ധമായ കവർച്ചയാണ്. അതിൽ നിന്നെ സഹായിക്കാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. എല്ലാത്തിനുമുപരി അയാൾ തോഴുകളൊന്നു കുലുക്കി. നിന്റെ മനസാക്ഷി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വിടാം, അവൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു പുരുഷന്റെ പിന്നാലെ നടന്ന് സ്വയം തരം താഴുന്ന പെണ്ണല്ല ഞാൻ. ഞാനിത് ഹാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അവന്റെ മനസാക്ഷിക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് നോക്കട്ടെ. അവൾ പോകാനായി തിരിഞ്ഞു. പക്ഷേ വാതിലിനടുത്തെത്തുന്നതിനു മുമ്പ് അയാൾ അവളെ തടഞ്ഞു. വിഡ്ഢിത്തം കാണിക്കാതെ, അനാവശ്യമായി വാശി പിടിക്കരുത്. അയാൾ അല്പം അസ്വസ്ഥനായിരുന്നു. നീ ചോദിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ നൽകുന്നതും വലിയൊരു കാര്യമാണ്, അവൾ അക്ഷമയോടെ പറഞ്ഞു. 2.5 മില്യൺ പൗണ്ട്, അതൊരു ചെറിയ തുകയല്ല. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി പിന്നിലേക്ക് വലിച്ചു. ഇരിക്കൂ, വിഡ്ഢിയാകാതിരിക്കൂ, അയാൾ പറഞ്ഞു. നാളെ തന്നെ നിന്നെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലുപരി പണത്തിന് ഇപ്പോഴത്തെ അത്രയും മധുരം എനിക്ക് ഇതിനു മുമ്പ് തോന്നിയിട്ടില്ലെന്നു കൂടി ഞാൻ പറയാം. നീ ആ കുറിപ്പിൽ ഒപ്പിടുമോ? നിധി ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ബാധ്യതകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാൾ അത് വേഗത്തിൽ വായിച്ചു നോക്കി. അവൾ സംശയത്തോടെ നോക്കി നിൽക്കെ ഒരു പേനയെടുത്ത് ചെറിയൊരു തിരുത്തൽ വരുത്തി അയാൾ ആവേശത്തോടെ ഒപ്പിട്ടു. നീ ആ കുറിപ്പിൽ എന്താണ് എഴുതിച്ചേർത്തത്? അവൾ ചോദിച്ചു. ആർത്തർ ഗൈനിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി, അയാൾ ഒരു കൗതുക ചിരിയോടെ പറഞ്ഞു. ഈ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ കക്ഷിയായ ലോർഡ് ചെൽഫോർഡിനു വേണ്ടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി. അങ്ങനെ പലതും. ആദ്യം അവൾക്കത് മനസ്സിലായില്ല. പിന്നീട് അവളുടെ മുഖത്ത് പതുക്കെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് മനസ്സിലായി, അവൾ തലയാട്ടി. അതായത് എന്തെങ്കിലും പുറത്തെറിഞ്ഞാൽ നീ നിനക്കു വേണ്ടിയല്ല, അയാൾക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് വരും. ആർത്തർ, നീ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ആർത്തർ ഗൈൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ജനാലയ്ക്കൽ കൊണ്ടുപോയി. താഴെ റോഡിലൂടെ വാഹനങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു വലിയ ലോറി അയാളുടെ കണ്ണിൽപ്പെട്ടു. അതിന്റെ വശത്ത് 5 ടൺ എന്നെഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു. ചെൽഫോർഡ് നിധി മാറ്റാൻ ഇങ്ങനെയുള്ള 3 ലോറികൾ വേണ്ടിവരുമെന്ന് അയാൾ ചിന്തിച്ചു. ഒരു നിമിഷം അയാളുടെ തല കറങ്ങി. ചെൽഫോർഡ് നിധിയിലെ ആദ്യത്തെ സ്വർണ്ണക്കട്ടി കയ്യിലെടുക്കുമ്പോൾ ഞാൻ എത്ര മിടുക്കനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവസാനത്തേത് കൈകാര്യം ചെയ്തു കഴിയുമ്പോൾ നിനക്കും മനസ്സിലാകും. ഇതിൽ 2 മില്യൺ ഉണ്ട്. ഇനി പറയൂ, ഈ സ്വർണം എവിടെയാണ്? അവൾ ഒരു നിമിഷം അയാളെ നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചെൽഫോർഡ് ആബിയുടെ ഭൂഗർഭ അറകളിൽ. ഒരു നിമിഷം ഇരുവരും ഒന്നും മിണ്ടിയില്ല. പിന്നീട്, മിസ്റ്റർ ഗൈൻ, താങ്കൾക്ക് സഹോദരിയെ കാണണോ? അവർ ഇപ്പോൾ എത്തിയിട്ടേയുള്ളൂ. ആർത്തർ ഗൈൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അയാളുടെ ചുണ്ടുകളിൽ ഒരു ശാപമുണ്ടായിരുന്നു. ഗിൽഡർ നിശബ്ദനായി മുറിയിലേക്ക് കടന്നുവന്നു. അയാളുടെ നിഗൂഢമായ കണ്ണുകൾ തന്റെ യജമാനനിൽ ഉറപ്പിച്ചിരുന്നു. അവസാനത്തെ വാക്കുകൾ അയാൾ കേട്ടോ ഇല്ലയോ എന്ന് ആ മുഖഭാവത്തിൽ നിന്ന് ഒട്ടും വ്യക്തമായിരുന്നില്ല. അധ്യായം 9. വില്ലോ ഹൗസിലെ ലെസ്ലി ഗൈന്റെ ജോലികൾ കൃത്യമായി നിർവചിക്കപ്പെട്ടവയായിരുന്നു. അവളുടെ സഹോദരൻ അമിതമായി പണം ചെലവാക്കുന്ന ഒരു ജീവിതശൈലിയായിരുന്നില്ല പിന്തുടർന്നിരുന്നതെങ്കിലും ആ കൗണ്ടിയിൽ അയാൾക്കുള്ള സ്ഥാനത്തിനനുയോജ്യമായ രീതിയിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. ചെറിയ വിരുന്നുകളും ഇടയ്ക്കുള്ള നൃത്തപരിപാടികളും അവിടെ നടക്കാറുണ്ടായിരുന്നു. ശൈത്യകാലത്ത് വേട്ടപ്പട്ടികളെ നയിക്കുന്നതിൽ മിടുക്കനും പ്രാദേശിക വേട്ടസംഘത്തിന്റെ തലവനാകാൻ ആഗ്രഹിക്കുന്നവനുമായ ആർത്തർ ആ സംഘത്തിലെ പ്രമുഖർക്കായി വലിയ രീതിയിലുള്ള സൽക്കാരങ്ങൾ ഒരുക്കിയിരുന്നു. ഈ പരിപാടികളിലെല്ലാം ലെസ്ലി തന്റെ സഹോദരനു വേണ്ടി ആതിഥേയയായി പ്രവർത്തിച്ചു.
യഥാർത്ഥത്തിൽ ആ വീടിന്റെ കാര്യസ്ഥ എപ്പോഴും അവളായിരുന്നു. ആർത്തർ പുറമേ ആഡംബരം കാണിച്ചിരുന്നെങ്കിലും വീട്ടുകാര്യങ്ങളിൽ അയാൾ വളരെ പിശുക്കുള്ളവനും കണക്കു പറയുന്നവനുമായിരുന്നു. ജീവിതത്തിന് അത്യാവശ്യമായ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നിടത്തു നിന്ന് വാങ്ങണമെന്നും ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്റെ മേശപ്പുറത്തെത്തണമെന്നും അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് രാവിലെ നഗരത്തിലേക്ക് പോകാനുള്ള തീരുമാനം പെട്ടെന്നുണ്ടായ ഒരു തോന്നലായിരുന്നു. ആ ദിവസം അവളുടേതായിരുന്നു. അവൾക്കിഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടോ തനിച്ച് ഉച്ചഭക്ഷണം കഴിക്കുക എന്ന ആശയം അവൾക്കത്ര രസകരമായി തോന്നിയില്ല. ഫോസവേ മാനറിലേക്ക് പോയാലോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷെ ബുധനാഴ്ചകളിൽ ഡിക്ക് ആൽഫോർഡ് തന്റെ പാട്ടകർഷകരെ സന്ദർശിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അവൾ ഓർത്തു. തന്റെ പ്രതിശ്രുതവരനോടൊപ്പം തനിച്ച് ഉച്ചഭക്ഷണം കഴിക്കുന്നത് തനിച്ചു കഴിക്കുന്നതിനേക്കാൾ അരോചകമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വയം വിശദീകരിക്കാൻ അവൾ ശ്രമിച്ചില്ല. സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിനും അപ്പുറമായിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. താൻ ഒരുതരം എടുത്തുചാട്ടത്തിലാണെന്നും തന്റെ പെരുമാറ്റത്തിലും ചിന്താഗതിയിലും ഒരു പ്രതിഷേധം കലർന്നിട്ടുണ്ടെന്നും അവൾക്ക് തോന്നി. ആരോടാണ്, എന്തിനോടാണ് ആ പ്രതിഷേധം? തന്റെ മനോഹരമായ തോളുകളൊന്ന് കുലുക്കിക്കൊണ്ട് അവൾ ആ ചിന്തകളെ മാറ്റിവെച്ചു. ഡിക്കാൽഫോർഡ് തിരക്കിലായിരിക്കുമെന്നും അവനെ കാണാൻ സാധ്യതയില്ലെന്നുമുള്ളതിനാൽ ഫോസവേ മാനറിലേക്കുള്ള യാത്ര അസാധ്യമാണെന്ന് അവൾക്കുറപ്പായിരുന്നു. അവൾ നഗരത്തിലേക്ക് പോകും. ആ തീരുമാനം പെട്ടെന്നായിരുന്നു. അവൾ മുകളിലത്തെ നിലയിൽ പോയി വേഗത്തിൽ വസ്ത്രം മാറി വന്നു. അപ്പോഴേക്കും തോട്ടക്കാരൻ അവളുടെ ചെറിയ കാർ വീടിന് മുന്നിലെ വഴിയിലേക്ക് എത്തിച്ചിരുന്നു. 5 മിനിറ്റിനുള്ളിൽ അവൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നേരായ റോഡിലൂടെ കാർ ഓടിച്ചുപോയി. അവൾക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. ട്രെയിൻ കൃത്യസമയത്താണെങ്കിൽ പോലും സ്റ്റേഷനിലെത്താൻ ചുരുങ്ങിയത് അരമണിക്കൂർ ബാക്കിയുണ്ടാകുമെന്ന് അവൾക്കുറപ്പായിരുന്നു. ഫോൺവെൽ കട്ടിങ്ങിലേക്ക് പ്രവേശിച്ചപ്പോൾ 1/4 മൈൽ അകലെ റോഡിനു കുറുകെ പാടത്തിലൂടെ നടന്നുപോകുന്ന പരിചിതമായ ഒരു രൂപം അവൾ കണ്ടു. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ അവളുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചു. റോഡിന്റെ ഉയർന്ന മതിലുകൾ അവളുടെ കാഴ്ചയെ തടഞ്ഞു. പക്ഷെ അവൾ കുത്തനെയുള്ള ചെറിയ കുന്നിറങ്ങി ഗ്രാമത്തിലെ റോഡിലെത്തിയപ്പോൾ തന്റെ നിഗമനം തെറ്റിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഡിക്കാൽഫോർഡ് പാടത്തിന്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ കാർ നിർത്തി. അവൻ കൈവീശി ചിരിച്ചുകൊണ്ട് അവളെ അഭിവാദ്യം ചെയ്തു. അവൾ അവനെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അവളെ കടന്നുപോകുമായിരുന്നു. ഇതവളെ അല്പം അസ്വസ്ഥയാക്കി. "നിങ്ങളിന്ന് വളരെ അസ്വസ്ഥനും ദേഷ്യക്കാരനുമാണല്ലോ," അവൾ പറഞ്ഞു. അവളുടെ ആ വെല്ലുവിളിക്ക് അർഹമായ ഒന്നും അവന്റെ പെരുമാറ്റത്തിൽ കണ്ടില്ലെങ്കിലും അവൻ ആ കുറ്റം സമ്മതിച്ചത് അവളെ അത്ഭുതപ്പെടുത്തി. "ഞാൻ ശരിക്കും ദേഷ്യത്തിലാണ്. നമ്മുടെ നല്ല കൃഷിയിടങ്ങൾ നഗരത്തിലെ മാന്യന്മാർക്ക് താമസിക്കാനുള്ള ചെറിയ എസ്റ്റേറ്റുകളായി മാറുന്നത് കാണാൻ എനിക്കൊട്ടും താൽപ്പര്യമില്ല. ആ വൃദ്ധൻ തന്റെ കൃഷിയിടം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ റെഡ് ഫാം മിസ്റ്റർ ലിയോണാർഡിന് വിറ്റത്. സത്യത്തിൽ ഈ പ്രദേശത്തെ ഏറ്റവും മോശം ഭൂമിയായ റെഡ് ഫാം അയാൾ എന്തിനാണ് വാങ്ങാൻ ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല." എന്നിട്ട് അയാൾ എന്തു ചെയ്തു? ഡിക്ക് ശരിക്കും ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അതവളെ രസിപ്പിച്ചു. താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ടു പെരുമാറുന്നത് കാണുന്നതിൽ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന സംതൃപ്തി അവൾക്കുണ്ടായി. എന്നിട്ടാ വൃദ്ധൻ എന്തു ചെയ്തു? അവൾ അവനെ കളിയാക്കി ചോദിച്ചു. "അയാൾ ആ ഫാം ലണ്ടനിലുള്ളൊരു മോശം മനുഷ്യനും മറിച്ചുവിറ്റു. എന്റെ ഒപ്പില്ലാതെ അത്തരമൊരു വിൽപ്പന അസാധുവാണെന്ന് വാങ്ങിയ ആൾക്കറിയില്ല." "ഒരപരിചിതനാണോ?" അവൾ ചോദിച്ചു. "അതെ, പക്ഷെ അയാൾ ഈ വേനൽക്കാലം മുഴുവൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ എവിടെയോ അയാൾക്കൊരു ചെറിയ വീടുണ്ട്." "റേവൻസ്ട്രില്ലിലാണോ?" അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. "അതേ ആൾ തന്നെ," അവൻ തലയാട്ടി. "ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അയാൾ കുറച്ചു മാസത്തേക്ക് മാത്രം ഇവിടെ താമസിക്കാൻ വന്നതാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ ആ തെണ്ടി റെഡ് ഫാം വാങ്ങിയിരിക്കുന്നു. അവിടെ ജനലുകളൊക്കെയുള്ളൊരു കെട്ടിടം പണിയാൻ പോകുന്നു. അയാൾ അവിടെ ഒരു കൃത്രിമ കുളമുണ്ടാക്കി റോസാച്ചെടികൾ വളർത്തുകയും ദൈവത്തിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ രോഗം ബാധിച്ച പൂക്കൾ വളർത്തുന്ന ഒരു നഴ്സറി ഉണ്ടാക്കുകയും ചെയ്യുമായിരിക്കും." "അതിനെന്താ കുഴപ്പം?" അവൾ ശാന്തമായി ചോദിച്ചു. അവൻ അവളെ തുറിച്ചു നോക്കി. "എന്തായാലും ഇതിവിടത്തെ ഏറ്റവും മോശം ഭൂമിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ അത് ഉപയോഗപ്രദമല്ലെങ്കിലും മനോഹരമായിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് കൃത്രിമ കുളങ്ങളും റോസാത്തോട്ടങ്ങളും ഇഷ്ടാണ്." ദേഷ്യത്തിനിടയിലും അവൻ ചിരിച്ചു. "എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മിസ്റ്റർ ഗിൽഡറുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് പോകുമായിരിക്കും," അവൻ പറഞ്ഞു. അവൾ ഞെട്ടിപ്പോയി. "ആര്?" അവൾ ചോദിച്ചു. "മിസ്റ്റർ ഗിൽഡർ. അയാൾ നഗരത്തിൽ എന്തോ വലിയ പദവിയിലുള്ള ആളാണ്. അയാളുടെ രീതിയിൽ വലിയൊരാളായിരിക്കും. പക്ഷെ അയാൾ മറ്റെവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലിയോണാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളുടെ ശവസംസ്കാരത്തിന് പോലും ഞാൻ പോകില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്." "ഡിക്ക്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ?" അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. "പാവം വൃദ്ധൻ." പിന്നീട് സ്വരം മാറ്റി അവൾ ചോദിച്ചു. "അയാളുടെ പേര് നിങ്ങൾക്കറിയില്ലേ?" "ആരുടെ? ലിയോണാർഡിന്റെയോ?" "വിഡ്ഢിയാകല്ലേ, മിസ്റ്റർ ഗിൽഡറുടെ." ഡിക്ക് നെറ്റി ചുളിച്ചു. "ഫാബ്രിയൻ," ഒടുവിൽ അവൻ പറഞ്ഞു. "എന്തൊരു പേരാണിത്! കേട്ടിട്ടൊരു രഹസ്യ സംഘത്തിന്റെ പേരുപോലെയുണ്ട്."
തന്റെ ക്ലർക്കിന്റെ ഈ നീക്കത്തെക്കുറിച്ച് ആർത്തറിന് അറിയാമോ എന്നവൾ ചിന്തിച്ചു. തന്റെ മേലധികാരിയോട് ആലോചിക്കാതെ മിസ്റ്റർ ഗിൽഡർ ഈ പ്രദേശത്ത് സ്ഥലം വാങ്ങാൻ സാധ്യതയില്ല. തൽക്കാലം ആ വിഷയം മാറ്റുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. നിങ്ങളൊരു നല്ല സഹോദരനെ പോലെ പെരുമാറുകയാണെങ്കിൽ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വന്ന് എന്റെ കാർ ഗാരേജിൽ വെക്കാൻ സഹായിക്കാമായിരുന്നു, അവൾ പറഞ്ഞു. അവനൊന്നു മടിച്ചു നിന്നു. ആ മടി കണ്ടപ്പോൾ അവൾക്കൊരു നിമിഷം വിഷമം തോന്നി. പിന്നീടവൻ പറഞ്ഞു, ഞാനെന്റെ യജമാനന്റെ സമയം കളയുകയാണ്. എങ്കിലും ചില സമയങ്ങളിൽ കടമയേക്കാൾ സന്തോഷത്തിന് മുൻഗണന നൽകേണ്ടിവരും. ഇത് അത്തരമൊരു സന്ദർഭമാണ്. ഞാൻ വണ്ടി ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് സ്ത്രീ ഡ്രൈവർമാരെ അത്ര വിശ്വാസമില്ല. നിങ്ങൾ വളരെ മോശമായാണ് സംസാരിക്കുന്നത്, അവൾ പറഞ്ഞു. എങ്കിലും അവനെ വണ്ടി ഓടിക്കാൻ അനുവദിച്ചുകൊണ്ട് അവൾ മാറിയിരുന്നു. ഹാരിക്കിന്ന് എങ്ങനെയുണ്ട്? ശരി, പരിഹാസത്തോടെ അവൻ പറഞ്ഞു. പിന്നീട് താൻ പറഞ്ഞതിനെക്കുറിച്ച് ഉള്ളാലെ ലജ്ജിച്ചുകൊണ്ട് അവൻ തുടർന്നു. ഹാരി ഒരു പുതിയ പേറ്റന്റ് മരുന്ന് പരീക്ഷിക്കുകയാണ്. നീ ഇതുവരെ അവന്റെ കിടപ്പുമുറിയിൽ പോയിട്ടില്ലേ? അതൊരു മര്യാദയില്ലാത്ത ചോദ്യമാണെന്നെനിക്കറിയാം. എങ്കിലും നീ പോയിട്ടുണ്ടോ? അവൾ തലയാട്ടി. അവളുടെ കണ്ണുകളിൽ ഒരു ചിരിയുടെ നിഴലാട്ടമുണ്ടായിരുന്നു. ഹാരിയുടെ കിടപ്പുമുറിയിൽ ഏകദേശം 845 തരം പേറ്റന്റ് മരുന്നുകളുണ്ട്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. 3 മാസത്തിലൊരിക്കൽ ഞങ്ങൾ അവിടെ വൃത്തിയാക്കുകയും അവയെല്ലാം പുറത്തെറിയുകയും ചെയ്യും. സത്യത്തിൽ ഹാരിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഈ മരുന്നുകളുടെ പരസ്യങ്ങൾ വായിക്കാതിരുന്നാൽ അവൻ കൂടുതൽ സന്തോഷവാനായിരിക്കും. ഇപ്പോൾ അവൻ തന്റെ ഞരമ്പുകൾക്കായി എന്തോ ഒന്ന് പരീക്ഷിക്കുകയാണ്. ആഴ്ചയാവസാനം ആ കുപ്പിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കുടിക്കും. പാവം ഹാരി, അവൾ മൃദുവായി പറഞ്ഞു. അതെ, ഇങ്ങനെ പരാതിപ്പെടാൻ ഞാനൊരു ക്രൂരനാണ്, പരുക്കൻ സ്വരത്തിൽ അവൻ പറഞ്ഞു. തന്റെ ഈ ക്രൂരതയ്ക്ക് അവളും ഒരു കാരണമാണെന്ന് അവൻ സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നതുപോലെ തോന്നി. അവൾ ഫോസവേ മാനറിന്റെ യജമാനത്തിയാകുന്ന കാലത്തെക്കുറിച്ച് അവൻ ഒരിക്കലും സംസാരിക്കാത്തത് അവൾക്ക് വിചിത്രമായി തോന്നി. നിന്റെ വിവാഹം കഴിഞ്ഞാൽ ഹാരിയുടെ ഈ ഭ്രാന്ത് നീ മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നവൻ പറയുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെയൊന്നും സൂചിപ്പിച്ചില്ല. ഡിക്കിനെ സംബന്ധിച്ച വിചിത്രമായ കാര്യം അതായിരുന്നു. അവൾ ചെൽഫോർഡിലെ കൗണ്ടസാകാൻ പോകുന്ന കാലത്തെക്കുറിച്ച് അവൻ ഒരു സൂചന പോലും നൽകിയില്ല. ഒരു തരത്തിൽ അവനത് പറയാത്തതിൽ അവൾക്ക് സന്തോഷം തോന്നി, പ്രത്യേകിച്ചിപ്പോൾ. ഇലകൾ നിറഞ്ഞ ഇടവഴികളിലൂടെ അവർ സാവധാനം മുന്നോട്ടു നീങ്ങി. ശരത്കാലത്തിന്റെ വരവറിയിച്ച് ഒലീവ്, ചുവപ്പ്, പർപ്പിൾ നിറങ്ങളിൽ വാടിക്കിടക്കുന്ന ഒരു ചെറിയ കാട് പിന്നിട്ട് നിശ്ചയിച്ച സമയത്തിന് 10 മിനിറ്റ് മുമ്പ് അവർ സ്റ്റേഷനിലെത്തി. നിങ്ങളുടെ കറുത്ത മഠാധിപതി പിന്നീട് വന്നില്ലേ? സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ അവൾ ചോദിച്ചു. അവൻ തലയാട്ടി. ഇല്ല, അന്വേഷണത്തിനായി ഇന്നലെ രാത്രി പോലീസ് വന്നിരുന്നു. ഇതധികം ദൂരേക്ക് പോകുമെന്നെനിക്ക് തോന്നുന്നില്ല. നീ പത്രത്തിൽ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകുമല്ലോ. അവൾ തലയാട്ടി. ജോലിക്കാർ സംസാരിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. ഈ കറുത്ത മഠാധിപതിയിൽ എനിക്കൊട്ടും വിശ്വാസമില്ല, അവൻ തുടർന്നു. ഹാരിക്ക് ഈ പ്രേതത്തെ പേടിയാണെന്നത് വിചിത്രമാണ്. പഴയ മഠാധിപതി പരിസരത്തുണ്ടെന്ന് കേട്ടാൽ അവൻ വീടിന് പുറത്തിറങ്ങാറില്ല. നീയും വിശ്വസിക്കുന്നില്ലേ? അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. ഞാനൊരു പ്രേതത്തെ കാണുമ്പോൾ അതിൽ വിശ്വസിക്കാം. അതുവരെ എനിക്കിതിൽ സംശയമേയുള്ളൂ. ട്രെയിൻ സ്റ്റേഷൻ വിട്ടപ്പോൾ അവൾ ജനലിലൂടെ തല പുറത്തേക്കിട്ട് പിന്നിലേക്ക് നോക്കി. അവൾ അവനെ വിട്ടുപോന്ന അതേ പ്ലാറ്റ്ഫോമിൽ അവൻ അനങ്ങാതെ നിൽക്കുകയായിരുന്നു. അവന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അവളെത്തന്നെ നോക്കി നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവന്റെ നിൽപ്പിൽ ഒരു തരം പിരിമുറുക്കം അവൾ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം മിസ് ലെസ്ലി ഗൈനിന് വലിയ സന്തോഷം നൽകി. അധ്യായം 10. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ടാക്സിയിൽ വന്നിറങ്ങി ലിഫ്റ്റിലൂടെ തന്റെ സഹോദരന്റെ ഗംഭീരമായ ഓഫീസ് മുറികളിലേക്കെത്തുന്നതുവരെ അവൾ ഹൈ ഹോൾബോണിലുള്ള അവന്റെ ഓഫീസ് സന്ദർശിച്ചിരുന്നില്ല. അവളുടെ ഈ വരവിനു പിന്നിൽ തികച്ചും ലളിതമായ ഒരു കാരണമുണ്ടായിരുന്നു. ഒരു പൈസ പോലും കയ്യിലില്ലാതെയാണ് അവൾ നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. ട്രെയിനിൽ ടിക്കറ്റ് പരിശോധകൻ വന്ന് ദിവാസ്വപ്നത്തിൽ നിന്നിരുന്ന അവളെ ഉണർത്തുന്നതുവരെ തന്റെ കയ്യിൽ ടിക്കറ്റോ അതിനു നൽകാൻ പണമോ ഇല്ലെന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവൾ ആ മനുഷ്യന് തന്റെ കാർഡ് നൽകി. തുടർന്നൊരു ടാക്സി അവളെ ഹോൾബോണിലെത്തിച്ചു. അവൾക്ക് മറ്റൊരു പുതിയ അനുഭവം കൂടി ഉണ്ടാകാനിരിക്കുകയായിരുന്നു. നരച്ച മുടിയും ആകർഷകവും ദൃഢവുമായ മുഖവുമുള്ള ഉയരമുള്ള തടിച്ച പ്രകൃതിയുള്ള ഒരാൾ അവളെ സ്വീകരിക്കാനായി കാത്തിരിപ്പ് മുറിയിലേക്ക് വന്നു. റേവൻസ്ട്രിൽ നദിക്കരയിൽ മണിക്കൂറുകളോളം മീൻ പിടിക്കാനായിരുന്നിട്ടും ഒന്നും കിട്ടാതിരുന്ന ആ ഏകാഗിയായ മീൻപിടുത്തക്കാരനായി അവൾക്ക് അയാളെ ഓർമ്മ വന്നു. അപ്പോൾ ആർത്തർ പലപ്പോഴും പുകഴ്ത്തി സംസാരിക്കാറുള്ള ആ പ്രതാപിയായ മിസ്റ്റർ ഗിൽഡർ ഇയാളാണല്ലേ? അവൾക്ക് അയാളെക്കുറിച്ച് വലിയ ആകാംക്ഷയൊന്നും തോന്നിയില്ല. അയാളൊരു ഹെഡ് ക്ലർക്കാണെന്നും ആർത്തറുടെ അഭിപ്രായത്തിൽ തന്റെ ജോലിയിൽ മിടുക്കനാണെന്നും അവൾക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ അവൾക്കയാളിൽ മതിപ്പ് തോന്നി. അയാൾ തികച്ചും വ്യത്യസ്തനായിരുന്നു. സാധാരണ മനുഷ്യരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാൾ.
തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകാവുന്ന സാധാരണക്കാരനായിരുന്നില്ല അയാൾ. വർഷങ്ങൾ കഴിഞ്ഞാലും ഫാബ്രിയൻ ഗിൽഡറെ ഒരിറ്റിൽ കണ്ടവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചതുരാകൃതിയിലുള്ള താടിയെല്ലും ചുണ്ടുകളില്ലെന്ന് തോന്നിപ്പിക്കും വിധം മുറുക്കിപ്പിടിച്ച വലിയ വായയും കരുത്തുറ്റ മൂക്കും പരുക്കൻ പുരികങ്ങൾക്കിടയിലെ തുളച്ചു കയറുന്ന ചാരനിറത്തിലുള്ള കണ്ണുകളും വീതിയുള്ള തോളുകളും അയാളിൽ അളക്കാനാവാത്ത ഒരു കരുത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു. "നിങ്ങൾ മിസ് ഗൈൻ ആണല്ലേ?" അയാൾ ചോദിച്ചു. "നിങ്ങളുടെ പേരറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ സഹോദരനുമായുള്ള സാദൃശ്യം കണ്ട് എനിക്ക് നിങ്ങളെ തിരിച്ചറിയാമായിരുന്നു." തനിക്ക് ആർദറുമായി എന്തെങ്കിലും സാദൃശ്യമുണ്ടെന്നത് ലെസ്ലിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഞെട്ടലുണ്ടാക്കി. കാരണം ആർദറുടെ സൗന്ദര്യം അവൾ ഇഷ്ടപ്പെടുകയോ അസൂയപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല. "അദ്ദേഹം ഇപ്പോൾ ഒരു തിരക്കിലാണ്. നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പോയി അദ്ദേഹത്തോട് വിവരം പറയാം." അയാളുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. കഥകളിൽ നോട്ടം കൊണ്ട് വിഴുങ്ങുക എന്ന വാക്കുപയോഗിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ ഗിൽഡർ നോക്കുന്നത് കണ്ടപ്പോൾ സാങ്കല്പിക കഥാപാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ആവാം നോക്കുന്നതെന്നവൾക്ക് തോന്നി. അയാൾ തുറിച്ചു നോക്കുകയായിരുന്നില്ല, മറിച്ച് ആ തിളക്കമുള്ള ചാരക്കണ്ണുകളുടെ ഏകാഗ്രതയും സൂക്ഷ്മമായ നിരീക്ഷണവുമാണ് അവളുടെ ഉള്ളിലൊരു അസ്വസ്ഥതയുണ്ടാക്കിയത്. അയാൾ അനാദരവോടെയാണ് പെരുമാറിയിരുന്നതെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരുന്നു. എന്നാൽ അയാൾ അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. അയാളുടെ മനോഭാവം വിനയപൂർവവും പെരുമാറ്റം സൗഹൃദപരവുമായിരുന്നില്ല. അയാൾ വളരെ വൃത്തിയായും ശ്രദ്ധയോടെയാണ് വസ്ത്രം ധരിച്ചിരുന്നതെന്ന് അവൾക്ക് തോന്നി. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ആർദർ കാണിക്കുന്ന അമിതമായ താൽപര്യം അയാളുടെ ജീവനക്കാരെയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നവൾ അത്ഭുതപ്പെട്ടു. ചാരനിറത്തിലുള്ള നാടൻ വസ്ത്രവും ഉറപ്പുള്ള ഷൂസും അയാളുടെ വില കൂടിയ ലിനൻ വസ്ത്രങ്ങളുമായി ചേർന്ന് നിന്നു. ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ മനുഷ്യനും വേഷഭൂഷാദികളിൽ അമിതമായി ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് അവൾക്ക് മനസ്സിലായി. "നിങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കാൻ വരികയാണെന്ന് കേട്ടല്ലോ മിസ്റ്റർ ഗിൽഡർ?" അവൾ ചോദിച്ചു. അത് കേട്ട് അയാൾ അമ്പരന്നുപോയി. "അതെ അതെ," അയാൾ പരുങ്ങലോടെ പറഞ്ഞു. "നിങ്ങളുടെ വീടിനടുത്ത് ഞാനൊരു ചെറിയ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ പ്രദേശം വളരെ ഇഷ്ടമാണ്. നമ്മൾ അയൽക്കാരാകാൻ പോകുകയാണ്," അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിലും ആ ചിന്തയിൽ അവൾക്ക് സന്തോഷമൊന്നും തോന്നിയില്ല. "അതെ മിസ് ഗെയിൻ, നമ്മൾ അയൽക്കാരാകും," അയാൾ സമ്മതിച്ചു. "അത് ആർത്തർക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് വരണമെന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നോ?" മീശ വടിച്ചിരുന്നിട്ടും ഇല്ലാത്ത മീശ തടവുന്ന ഒരു ചെറിയ ശീലം അയാൾക്കുണ്ടായിരുന്നു. "അല്ല," അയാൾ പറഞ്ഞു. "ഞാൻ ആ സ്ഥലം വാങ്ങിയ കാര്യം ഇതുവരെ മിസ്റ്റർ ഗെയിനോട് പറഞ്ഞിട്ടില്ല. മറ്റൊരു നല്ല അവസരത്തിൽ പറയാമെന്ന് ഞാൻ കരുതി. വളരെ തുച്ഛമായ വിലയ്ക്കാണ് 3500 പൗണ്ടിന് എനിക്കത് കിട്ടിയത്." അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കി. "അതിൽ വലിയ തുകയാണല്ലോ." തന്റെ വാക്കുകളിലെ മര്യാദകേട് തിരിച്ചറിയുന്നതിനു മുൻപ് അവൾ പറഞ്ഞുപോയി. ഇത്തവണ അയാൾ വ്യക്തമായും പതറിപ്പോയി. "അതെ, ഞാൻ ആ പണം കടം വാങ്ങിയതാണ്," അയാൾ പറഞ്ഞു. അയാൾ തന്നോടെന്തോ ഒരു സഹായം ചോദിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ആ സഹായം എന്തായിരിക്കുമെന്നും അവൾ ഊഹിച്ചു. ആളുകളുടെ മനസ്സു വായിക്കാനും അവരുടെ ചിന്തകൾ മനസ്സിലാക്കാനുമുള്ള അസാധാരണമായ ഒരു കഴിവ് ലെസ്ലിക്കുണ്ടായിരുന്നു. ഫാബ്രിയൻ ഗിൽഡർ തന്റെ മുഖം മൂടി മാറ്റുന്ന നിമിഷങ്ങളിൽ അയാളെ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. അയാൾ എന്തോ പറയാനാഞ്ഞു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. ഒരുപക്ഷെ ചോദിക്കുന്നതിനു മുൻപേ ലഭിക്കാനിടയുള്ള നിരസിക്കലിന്റെ തണുപ്പറഞ്ഞതുകൊണ്ടാവാം. "നിങ്ങളുടെ സഹോദരന് ഇപ്പോൾ ഒഴിവുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ," എന്നു പറഞ്ഞ് അയാൾ ആർത്തർ ഗെയിനിന്റെ മുറിയിലേക്ക് നടന്നു. തന്റെ വിരസമായ ജീവിതത്തിന്റെ ചാരനിറത്തിലുള്ള മൂടൽമഞ്ഞിനിടയിൽ തെളിഞ്ഞുവന്ന ആ രൂപം കണ്ട് അയാളുടെ തല കറങ്ങുന്നതുപോലെ തോന്നി. ഓരോ ദിവസവും അവൾ അറിയാതെ അയാൾ അവളെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. അവൾ കടന്നുപോകുന്നത് കാണാനായി അയാൾ തന്റെ ചൂണ്ടയും നൂലും ഉപേക്ഷിച്ച് മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രണയത്തിന്റെ പരകോടിയായിരുന്നു. 30 വർഷത്തെ തന്റെ സ്വപ്നങ്ങളുടെ പൂർണ്ണരൂപം. വാതിൽപ്പിടി തിരിച്ച്